കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടുത്തെ ദാസിദാസന്മാരിൽ കൂടിയൊക്കെ നമ്മോട് ഇടപെട്ടു. വചനം ധ്യാനിപ്പാനും കേൾക്കുവാനും ദൈവം നമുക്ക് കൃപ നൽകി. അതിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇനി ആ വായിച്ച തിരുവെടുത്ത് ഒരിക്കൽ കൂടി വായിക്കണം. ഈ ദിവസങ്ങൾ ആ വാക്യം വായിക്കുന്നതേ ഉള്ളൂ, ആ ഭാഗത്തേക്ക് വന്നില്ല, വരാം ദൈവം അനുവദിച്ചാൽ. അപ്പം പുറകിൽ നിന്ന് നമ്മൾ അടുക്കടുക്കായിട്ടാണ് ചിന്തിക്കുന്നത്. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എങ്കിലേ ഈ പുസ്തകത്തെ പറ്റിയും വിഷയത്തെ പറ്റിയും മനസ്സിലാകും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഒരു വാക്യം വായിച്ച് ചെല്ല് പറയാനുണ്ട്, പോയിന്റ് പെട്ടെന്ന് പറഞ്ഞങ്ങ് നിർത്തണം. അത് നല്ലതാ, പോയിന്റ് ആണെന്നല്ലോ എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ അത് തുടക്കം മുതൽ അടുക്കടുക്കായിട്ട് വേണം വചനം ധ്യാനിക്കാൻ. അപ്പം നമുക്കതിനെപ്പറ്റി ഗ്രാഹ്യമുണ്ടായിരിക്കും. ഇല്ലേ നമ്മുടെ കയ്യിൽ 7 പോയിന്റ് കാണുകയുള്ളൂ. അപ്പം പോയിന്റുമായിട്ട് നടന്ന കാര്യം നടക്കുകയല്ല. ഇതെന്തുവാ എന്നാണെന്നറിയണം. ഒരു വീട് പണിയുമ്പോൾ ആദ്യം കൂട്ടല്ലല്ലോ കയറ്റുന്നത്, ഫൗണ്ടേഷൻ ശരിയാക്കി വരണം. അപ്പം അതുകൊണ്ട് ഞാനിപ്പം ഫൗണ്ടേഷൻ്റെ വിഷയത്തിൽ കിടന്ന് കുഴയുക. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഒരു കാര്യം പറയാം, ദൈവവചനം അടുക്കിടക്കായിട്ട് ധ്യാനിക്കണം. ഇന്ന് രാവിലെ ഞാനും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ചുറ്റാകെ ഏറെ സമയം ഇരുന്ന് ധ്യാനിപ്പാൻ ദൈവം കൃപ നൽകി. നിങ്ങളും വചനം ധ്യാനിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. വചനമാണ് നമ്മെ ധൈര്യപ്പെടുത്തുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് യഹൂദനോട് സംസാരിക്കാൻ പറയുക, ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു. അപ്പൊ ദൈവസന്തതിയുടെ വിശേഷത അവൻ ദൈവവചനം കേൾക്കും. ദൈവവചനം കേൾക്കുമ്പോൾ ഉറങ്ങുന്നുണ്ടെങ്കിൽ ഓർത്തോണം ശാശ. അതെ, ഒരു തർക്കവുമില്ല. വചനം കേൾക്കുമ്പോൾ കുത്തിയിരുന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ പിശാച് കയറി പിടിച്ചിരിക്കുക. കാരണം ഇത് കേൾപ്പിക്കുകയല്ല. ഒത്തിരി പേരുണ്ട് പിശാച് പിടിച്ചവര്. ഈ സുഖമില്ലാതെ ഷുഗറും ഒക്കെ കൂടി അങ്ങേയറ്റം പറ്റിയവർ ചിലപ്പോൾ ഒരു മയക്കം, അത് നമുക്ക് അറിയാമല്ലോ ആരൊക്കെയാണെന്നും എങ്ങനെയൊക്കെയാണെന്നും. പക്ഷെ അങ്ങനെ ഷുഗർ കൂടിയിരിക്കുന്നവർക്ക് ഈ നുണയും കൊതിയും പറയുമ്പോൾ ഒരു മയക്കവും ഇല്ല. കണ്ണുമൊക്കെ നന്നായിട്ട് പ്രകാശിപ്പിച്ച് ചേരുമ്പടി ചേർത്ത്. അപ്പം ഇത് ഷുഗറിൻ്റെതല്ല, ഷുഗറിൻ്റെതല്ല. ഈ വചനം കേൾക്കാൻ പിശാച് നിന്നെ സമ്മതിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ അടുത്തിരിക്കുന്നവർ ഉറങ്ങുമ്പോൾ ഓർത്തോണ്ട് പിശാച് പിടിച്ചൊരെണ്ണം ഇവിടെ വന്നിരിപ്പുണ്ടെന്ന് അതിനെ പറയുമൊന്നും വേണ്ട. വചനം കേൾക്കുമ്പോൾ അങ്ങ് ചിന്തിച്ചാൽ മതി. ദൈവത്തിൻ്റെ മഹത്വം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ അലക്ഷ്യമായിട്ടിരിക്കുമ്പോൾ ഓർത്തോണം പിശാച. ദൈവവചനം കേൾക്കുമ്പോൾ അതിന് പ്രതികരിക്കാതിരിക്കുമ്പോൾ ഓർത്തോണം ശാശ. ദൈവത്തിന് മഹത്വം. കർത്താവ് നേരിട്ട് പറഞ്ഞതാ, ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കും. ദൈവവചനം കേൾക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ആസ്വദിക്കുകയും അത് വീണ്ടും അയവറക്കുകയും ഈ പുസ്തകത്തിൽ വാങ്ങിയ അതിൽ തന്നെ രസിക്കണമെന്ന എന്നിലും മധുരം വേദമല്ലാതിൻ ഏതുണ്ടു ചൊൽ തോഴാ സശ്രദ്ധം ഇതിലെ സത്യങ്ങൾ വായിച്ച് ധ്യാനിക്കുകൻ തോഴാ നീ സശ്രദ്ധം ഇതിലെ സത്യങ്ങൾ വായിച്ചു ധ്യാനിക്കുകൻ തോഴാ അതിലും മധുരം വേദമല്ല ഇന്നേതുണ്ടു ചൊൽ തോഴാ നീ സശ്രദ്ധമിതിലെ സത്യങ്ങൾ വായിച്ചു ധ്യാനിക്കുകൻ തോഴാ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 20:3 വായിച്ചത്. അതവിടെ നിൽക്കട്ടെ. ഈ ദിനവൃത്താന്ത പുസ്തകം യസ്രായാൽ എഴുതപ്പെട്ട പുസ്തകമാണ്. ദിനവൃത്താന്തങ്ങളുടെ 1-2 പുസ്തകം, യസ്ര, നെഹമ്യാവ്, ഇതെല്ലാം യസ്ര ശാസ്ത്രി, ന്യായപ്രമാണത്തിൽ വിദഗ്ധ ശാസ്ത്രിയാകുന്ന യസ്രയാണ് ഈ പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത്. ശമൂവേലിന്റെ പുസ്തകങ്ങളും രാജാക്കന്മാരുടെ പുസ്തകങ്ങളും ഈ 2 പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളൊക്കെയാ കൂടുതലും ഈ ദിനവൃത്താന്ത പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ തന്നെ ഈ പുസ്തകം ആരംഭിക്കുന്നത് ഉൽപ്പത്തി മുതലാണ്. കാരണം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നത് ആദാം. അപ്പൊ ആദാം മുതലാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. വംശാവലി ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായവും ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായവും
ഉൽപ്പത്തി പുസ്തകം 46 അധ്യായവും മത്തായി സുവിശേഷം 1 അധ്യായവും ലൂക്കോസിന്റെ സുവിശേഷം 3 അധ്യായവും ഒക്കെ പഠിക്കുമ്പോൾ വംശാവലി പട്ടികയാണ്. ആ കൂട്ടത്തിലാണ് ഈ ദിനവൃത്താന്ത പുസ്തകവും നമ്മൾ ചേർന്ന് പഠിക്കുന്നത്. ദിനവൃത്താന്തം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസത്തെയും വൃത്താന്ത വിവരങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുക. ദൈവത്തിന് മഹത്വം. 1 പുസ്തകം 1 മുതൽ 9 വരെ വംശാവലി പട്ടികയാണ്. പിന്നീട് കൂടുതൽ കാര്യങ്ങളും ദാവീദിന്റെ ജീവിതത്തോടും ശുശ്രൂഷയോടും ബന്ധപ്പെട്ട കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം, തൻ്റെ ജനത്തിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. അതിന് 1-2 തെളിവുകളൊക്കെ നമ്മൾ വായിച്ചല്ലോ, ഭാഗത്തേക്ക് പോകുന്നില്ല. തന്നെയുമല്ല, ഈ പുസ്തകത്തിന്റെ ഒരു വിശേഷത ശമൂവേലിന്റെ പുസ്തകത്തിലും രാജാക്കന്മാരുടെ പുസ്തകത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് മനുഷ്യദൃഷ്ടിയിൽപ്പെട്ട കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ മാനുഷിക നിലയിലാണ് വിഷയം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ദിനവൃത്താന്ത പുസ്തകത്തിന്റെ വിഷയം ആ സംഭവങ്ങളെ ദൈവം എങ്ങനെ കാണുന്നു, അതാണ് ദിനവൃത്താന്ത പുസ്തകത്തിന്റെ വിശേഷത. അതിന് നമ്മൾ തെളിവിനായിട്ട് ചില കാര്യങ്ങൾ വായിച്ചല്ലോ. ശമൂവേലിന്റെ പുസ്തകത്തിലും രാജാക്കന്മാരുടെ പുസ്തകത്തിലും രേഖപ്പെടുത്താത്ത അല്ലെങ്കിൽ പറയപ്പെടാത്ത പല വിഷയങ്ങളും ദിനവൃത്താന്ത പുസ്തകത്തിലാണ് നമ്മൾ വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പുസ്തകത്തിന് വളരെ വിശേഷതയുണ്ട്. ഇന്ന് വരെ ദിനവൃത്താന്തത്തിന്റെ 1-2 അധ്യായം അല്ലെ 9 വരെയുള്ള അധ്യായം വായിക്കാത്ത ആൾക്കാർ ഇതിനകത്ത് കാണും. നോട്ടോ ഇരിപ്പും കാണുമ്പോൾ അറിയാം. ദിനവൃത്താന്തങ്ങളുടെ 1 മുതൽ 9 വരെ വായിച്ചിട്ടുള്ളവരെന്ന് കൈപൊക്കിക്കൂ എന്നെങ്കിലും. അതാ എനിക്ക് തോന്നിയിരിപ്പ് കണ്ടപ്പോൾ ഇന്ന് വരെ ഈ പുസ്തകം ഇതെന്തുവാന്ന് പോലും നോക്കിയിട്ടില്ല. ഇത് എടുത്തോണ്ട് രാവിലെ അങ്ങ് ഇറങ്ങും. ആരാധനയ്ക്ക് വരുമ്പോൾ എന്തിയടി എൻ്റെ ബൈബിള് ഇന്ന് വരെ പുസ്തകം. എന്നിട്ട് ഉപദേശിമാരോട് പറയും, കുമ്മനായിട്ട് പോകുമ്പോൾ ഞങ്ങൾക്കൂടെ ഒരു ബൈബിള്, എന്തിനാ എനിക്ക് ബൈബിള്? ചെല്ലു. പിന്നെ ബൈബിള് യോഗത്തിന് വന്നാൽ മറന്നേച്ച് പോവുക, ഒരു ബോധവുമില്ല. പിന്നെ വന്ന് തപ്പുക, പെരയ്ക്ക് ചുറ്റും തപ്പി കിടക്കുക, എൻ്റെ ബൈബിള് ആ ഭാഗത്തേക്ക് പോകുന്നില്ല, ഇനി അടുത്ത യോഗത്തിന് വന്നില്ല എന്നെ എടുക്കും. അപ്പോൾ ദിനവൃത്താന്ത പുസ്തകം ഇതുവരെയും വായിക്കാത്ത ആൾക്കാരുണ്ട്. അപ്പം അതുകൊണ്ട് അതെന്നാന്ന് ഒരാളോട് ചോദിച്ചും പറഞ്ഞു, മുഴുവൻ പേരെന്നാൾ വന്ന് ഈ പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിനകത്ത് ആത്മീക മർമ്മമുണ്ട്. അല്ല, ചുമ്മാ ഒന്നും പേരെഴുതിയിരിക്കുന്നതല്ല. ഇന്നലെ ഞാൻ ഒരു സംഭവം ഓർപ്പിച്ചല്ലോ. എന്തുവാ? 1 അധ്യായത്തിന്റെ 1 മുതൽ ഓടിച്ച് വായിച്ചാൽ മറ്റു ഭാഗങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ ഓർക്കും നോഹയുടെ മക്കളാ തലമുറയാണെന്ന് ചിന്തിക്കും. ആദാം, ശേത്ത്, ഏനോശ്, കേനാന്, മഹലലേൽ, യാരദ്, ഹാനോക്ക്, മധൂശലേക്ക്, ലാമക്ക്, നോഗ, ഷേം, ഹാം, യാഫെത്ത്. എത്ര പേരുണ്ട്? 13. അപ്പോൾ ആദാമിന്റെ മകൻ ശേത്ത്, ശേത്തിന്റെ മകൻ ഏനോശ്, ഏനോശിന്റെ മകൻ കേനാൻ, കേനാന്റെ മകൻ മഹലലേൽ, മഹലലിന്റെ മകൻ യാരദ്, യാരദിന്റെ മകൻ ഹാനോക്ക്, ഹാനോക്കിന്റെ മകൻ മധൂശലേക്ക്, മധൂശലേഖിന്റെ മകൻ ലാമക്ക്, ലാമക്കിന്റെ മകൻ നോഗ, നോഗയുടെ മകൻ ഷേം. അപ്പോൾ പിന്നെ വായിക്കുമ്പോൾ ഷേമിന്റെ മകൻ, ഞാൻ പറഞ്ഞ ഭാഗത്തോട്ട് വാ, നോഗയുടെ മകൻ ഷേം, ഷേമിന്റെ മകൻ ഹാമെന്ന് തോന്നും. കാരണം അങ്ങനെ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഉൽപ്പത്തിയും മത്തായിയും മറ്റു ഭാഗങ്ങൾ അറിവുള്ളത് കൊണ്ടാ നമുക്ക് മനസ്സിലായി നോഹയുടെ മകൻ ഷേമും ഹാമും യാപത്തും 3 പേരെന്ന്. അല്ലെ ഓടിച്ച് വായിച്ചാൽ ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോകും. പണ്ട് ഒരു ഉപദേശി ആ വിഷയം പറഞ്ഞതുപോലെ അത് പൊതുവെ ഞാൻ പറയുന്നില്ല. നോഹയുടെ മകൻ, അവൻ്റെ മോൻ, അത്ര മതി. അപ്പോൾ ഈ കാര്യം വളരെ തിട്ടമായിട്ട് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കും. അപ്പം പേരുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് ദൈവത്തിന്. ആ ഭാഗം ഞാൻ പിന്നെ തെളിയിക്കാം വചനത്തിൽ നിന്ന്. അപ്പോൾ ശമൂവേലിന്റെ പുസ്തകത്തിലും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ മനുഷ്യ ദൃഷ്ടിയിൽ വിഷയങ്ങൾ എഴുതിയപ്പോൾ ആ വിഷയങ്ങൾ തന്നെ ദിനവൃത്താന്ത പുസ്തകത്തിൽ ദൈവം ഇതിനെ എങ്ങനെ കാണുന്നു.
അതിന് 2-3 തെളിവുകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചു. കഴിഞ്ഞ ദിവസം വരാത്തവരുണ്ട്, അവരുടെ അറിവിന് ഓടിച്ചു വന്ന് പോയേക്കാം. ദൈവത്തിന് മഹത്വം. ഒന്ന്, ശൗലിന്റെ മരണം. ശമൂവേലിന്റെ 1-ാം പുസ്തകവും 2-ാം പുസ്തകത്തിന്റെ 1-ാം അധ്യായം പഠിക്കുമ്പോൾ യാദൃച്ഛികമായി ശൗല് മരിച്ചു. ഫെലിസ്ത്യരുമായുള്ള യുദ്ധത്തിൽ ശൗലിന്റെ 3 പിള്ളേര് യോനാഥാൻ, അബീനാദാബ്, മൽക്കീശുവ പിള്ളേരെ ഫെലിസ്ത്യര് വെട്ടിക്കൊന്നു. ശൗലിനെ അമാലേക്യനും വെട്ടിക്കൊന്നു, മരിച്ചു. അങ്ങനെ ചിന്തിക്കും. പക്ഷേ ദിനവൃത്താന്ത പുസ്തകത്തിൽ വന്നപ്പോൾ ദൈവം കൊന്നെന്നാ എഴുതിയേക്കുന്നത്. ശൗമേന്റെ പുസ്തകത്തിൽ ശൗല് മരിച്ചു. പക്ഷെ ഈ വിഷയം ദൈവിക ദൃഷ്ടികൾ നോക്കിയപ്പോൾ ആ വാക്യം ഒന്നുകൂടെ വായിച്ചു. അറിവുള്ള വാക്യമല്ലേ? ഇങ്ങനെ ശൗൽ യഹോവയുടെ ചെയ്ത അതിക്രമം ഹേതുവായും യഹോവയുടെ വചനം പ്രമാണിക്കായികയാലും വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിച്ചതിനാലും മരിക്കേണ്ടി വന്നു. അവൻ യഹോവയുടെ അരുളപ്പാട് ചോദിക്കായികയാൽ അവൻ അവനെ കൊന്ന്. അപ്പോൾ അരുളപ്പാട് ചോദിക്കായികയാൽ എങ്ങനെ എഴുതിയേക്കുന്നത്? യഹോവയോട് അരുളപ്പാട് ചോദിക്കായികയാൽ അവൻ അവനെ കൊന്ന്. അവൻ അവനെ കൊന്നു. അപ്പൊ ശ്രദ്ധിച്ചേ, ദൈവം ശൗലിനെ, അപ്പൊ ദൈവം കൊന്നത് അതിന് മുഖാന്തരം ഫെലിസ്ത്യരെ അമാലേക്കിനെ ഒരുക്കി. അപ്പൊ ദൈവിക ദൃഷ്ടിയിൽ നോക്കുമ്പോൾ ദിനവൃത്താന്ത പുസ്തകത്തിന് ആ നിലയിൽ വിശേഷതകളും ദൈവത്തിന് മഹത്വം. ഒരു പൊടിക്കൂടെ കൂട്ടിക്കും, എനിക്ക് തൊണ്ട അങ്ങ് വേദനയാ. ഹല്ലേലൂയ. ഈ പരുവത്തിന് മതി. ദൈവത്തിന് മഹത്വം. 2, ദാവീദിന്റെ പാപം. ശമൂവേലിന്റെ 2-ാം പുസ്തകം 11-12 അധ്യായം പഠിക്കുമ്പോൾ ദാവീദിന്റെ മഹാപാപം. ഊരിയാവിനെ കൊന്നു, അവന്റെ ഭാര്യയെ സ്വന്തമാക്കി. പക്ഷേ ദിനവൃത്താന്ത പുസ്തകത്തിൽ വന്നപ്പോൾ അത് എഴുതിയിട്ടില്ല. ശമൂവേലിന്റെ പുസ്തകത്തിൽ ഇത് മഹാപാപമാണ്. പക്ഷെ ആ വിഷയം ദിനവൃത്താന്ത പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അത് നമ്മൾ ചിന്തിച്ചു, എന്താ രേഖപ്പെടുത്താഞ്ഞേ? ഈ പാപം ചെയ്ത് നാള് കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് ഏറ്റു പറഞ്ഞില്ല. അത് ഓർപ്പിക്കാൻ നാഥാനെ വിട്ടു. നാഥാൻ പ്രവാചകൻ ചെന്ന് കാര്യമെല്ലാം പറഞ്ഞ് പരുവത്തിന് കൊണ്ടുവന്നേച്ച് പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. അപ്പോൾ ദാവീദ് നാഥാന്റെ കൊങ്ങായിക്ക് പിടിച്ചില്ല, നെടുമ്പാട് വീണ് കരഞ്ഞു. 51-ാം സങ്കീർത്തനവും 32-ാം സങ്കീർത്തനവും ഈ സന്ദർഭത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയതാണ്. പറഞ്ഞു, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത്. അപ്പോൾ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചു. ഉപേക്ഷിച്ചത് കൊണ്ട് ദിനവൃത്താന്തത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടില്ല. നമ്മളാന്നെ ഉപേക്ഷിച്ചാൽ ഞാനോ നിങ്ങളോ എഴുതുക എന്നെങ്കിൽ ദിനവൃത്താന്തത്തിൽ കുറച്ചുകൂടെ കട്ടിക്ക് എഴുതുക. നമ്മൾ ഒന്ന് എഴുതി ഒതുങ്ങുന്നുണ്ടോ? പിന്നെയും പിന്നെ എഴുതുക. ഒരു വിഷയം ഒന്ന് പറഞ്ഞ് തീർന്നതാ, പിന്നെയും പിന്നെ ഇല്ലേ? അവസരം കിട്ടുമ്പോഴല്ല. പണ്ട് ദാനിയേൽ മാത്യു പറഞ്ഞ പോലെ, ബേബി നീ എന്നെ തല്ലിയാൽ സൂക്ഷം ഞാൻ നിന്നെ സ്പോട്ടിലടിക്കും. അവസരം കിട്ടുമ്പോഴെല്ലാം തല്ലു വന്ന്. അപ്പോൾ ഒന്ന് തല്ലുകയല്ല, ഇനി അവസരം കിട്ടുന്നിടത്തെല്ലാം നിന്നെ ഞാൻ നമ്മുടെ ദാനിയേൽ മാത്യു പാഷ പറഞ്ഞതാ. സഭയിലൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ഒരു സഹോദരൻ പറഞ്ഞു, പാഷയെ മര്യാദയ്ക്ക് വർത്താനം പറയണം, അപ്പോൾ ഉപദേശ വിഷയമാണ്. അപ്പം പാഷ പറഞ്ഞു, ഞാനത് പറയുമെന്ന് പറഞ്ഞു. ആ പറഞ്ഞാൽ പാഷയെ അടിക്കുമെന്ന്. അങ്ങനെ പുള്ളിയുടെ ശൈലി പറഞ്ഞു, ബേബി നീ എന്നെ അടിച്ചാൽ സ്പോട്ട് ഞാൻ നിന്നെ തിരിച്ചടിക്കും, തന്നെയല്ല അവസരം കിട്ടുമ്പോഴെല്ലാം നിന്നെ ഞാൻ തല്ലുമെന്ന് പറഞ്ഞു. പുള്ളി രസകരമായിട്ട് പറഞ്ഞതാ. അടിച്ചൊന്നുമില്ല, പുള്ളി അടിക്കത്തുമില്ല, അത് വേറൊരു വിഷയം. ഇത് ആ ഡയലോഗായി പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ നമ്മളായിരുന്നെങ്കിൽ ഇത് ഏറ്റു പറഞ്ഞത് ദാവീദ് ഉപേക്ഷിച്ചാലും ദിനവൃത്താന്തം നമ്മളാ എഴുതുന്നെങ്കിൽ കുറച്ചുകൂടെ കട്ടിക്ക് എഴുതിയാണ്. പക്ഷേ ദൈവം അത് ക്ഷമിച്ചു. ഏത് പാപവും ഏത് പാപിയെയും കർത്താവ് രക്ഷിക്കുകയും പാപത്തെ ക്ഷമിക്കുകയും ചെയ്യും. പക്ഷെ വ്യവസ്ഥ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കണം. അത് ആത്മാർത്ഥമായിട്ടായിരിക്കണം.
ഉപവാസ പ്രാർത്ഥനയ്ക്ക് പറയുമ്പോൾ എന്നോട് ആരൊക്കെ ഒന്നല്ലോണ്ട് ക്ഷമിക്കണം, എനിക്ക് ആരോടൊന്നും ഇങ്ങനെ കറങ്ങിയിട്ടിരിക്കുന്ന കാര്യമല്ലേ പറഞ്ഞത്. വെറുതെ കറങ്ങി വച്ചിരിക്കുക. കാരണം ഇതൊന്നും അകത്തിന്ന് ഒന്നും കളയത്തില്ല. കാരണം ഇത് കഴിയുമ്പോൾ പിന്നെ യോഗം കഴിയുമ്പോൾ പിന്നെ അപ്പുറം മാറിയിരുന്നത് ചർച്ച ചെയ്യുക. എന്നാലും എൻ്റെ അമ്മാമ്മയെ പുള്ളിക്ക് അത് പറയണ്ടേ, അതാ ഞാൻ പറഞ്ഞു അകത്തിന്ന് പോകുകയല്ലെന്ന്. പക്ഷേ ദാവീദ് ഏറ്റു പറഞ്ഞു, ഉപേക്ഷിച്ചു. അതുകൊണ്ട് ആ വിഷയം ദൈവം ക്ഷമിച്ചു. പ്രവചന പുസ്തകത്തിൽ വായിക്കുന്നത് അങ്ങനെയുള്ള പാപങ്ങളെ സമുദ്രത്തിന്റെ ആഴത്തിലിട്ട് കളയും, പിന്നെ അത് ദൈവം ഓർക്കത്തില്ല. അതുകൊണ്ട് ദിനവൃത്താന്ത പുസ്തകത്തിൽ ആ സംഭവം എഴുതിയപ്പോൾ ഈ പാപത്തെ പറ്റി അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, മനുഷ്യന്റെ ജീവിതത്തിൽ തെറ്റ് വരാം, കുറ്റങ്ങൾ വരാം, പോഷത്വങ്ങൾ വരാം, പാപം കടന്നു വരും. നമുക്ക് പാപമില്ല എന്ന് പറയുന്നത് ആ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. പക്ഷേ അത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കണം. ആത്മാർത്ഥമായി അനുതാപഹൃദയത്തോടെ ആത്മതപനത്തോടെ കരച്ചിലോടെ നിലവിളിയോടെ കണ്ണുനീരോടെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചാൽ ദൈവം ക്ഷമിക്കും. ദൈവം അത് ഓർക്കത്തുമില്ല. അതാണ് ദിനവൃത്താന്തത്തിൻ്റെ തെളിവ്. ആ 11-ാം അധ്യായത്തിൻ്റെ 1-2 വായിച്ചേ. അല്ല, ശൗമേലിന്റെ 2-ാം പുസ്തകം 11-ന്റെ 1-2. ദാവീദ് യോവാബിനെയും അവനോടുകൂടെ തന്റെ ചേവകരെയും എല്ലാ ഇസ്രായേലിനെയും അയച്ചു. അവർ അമ്മോന്യദേശം ശൂന്യമാക്കി രബ്ബാ പട്ടണം നിരോധിച്ചു. ദാവീദോ യെരൂശലേമിൽ തന്നെ താമസിച്ചിരുന്നു. ദാവീദോ യെരൂശലേമിൽ തന്നെ താമസിച്ചിരുന്നു. ദൈവത്തിന് മഹത്വം. യെരൂശലേമിൽ തന്നെ താമസിച്ചു. ഈ വിഷയം 3-ാമത്തെ വാക്യം മുതൽ നമ്മൾ പഠിക്കുമ്പോൾ, ഒരു നാൾ സന്ധ്യയാകാറായ സമയത്ത് ദാവീദ് മെത്തയിൽ എഴുന്നേറ്റ് മട്ടുപ്പാവിൽ കയറി ആ സ്ത്രീയെ കണ്ടു. അത് വിശദീകരിച്ചെഴുതിയിരിക്കുക. പക്ഷേ ദിനവൃത്താന്ത പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടില്ല. 20-ന്റെ 1 വായിച്ചേ. പിറ്റേ ആണ്ട് രാജാക്കന്മാർ യുദ്ധത്തിന് ഇതാ 11-ാം അധ്യായത്തിലെ വിഷയം ദിനവൃത്താന്തത്തിലേക്ക് വന്നിരിക്കുക. പിറ്റേ ആണ്ട് രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടും കാലം ദാവീദോ യെരൂശലേമിൽ തന്നെ. എന്നിട്ട് അടുത്ത വാക്യം പിന്നെ അപ്പോൾ ശൗമേലിന്റെ പുസ്തകം 11-ാം അധ്യായത്തിൽ ദാവീദോ യെരൂശലേമിൽ തന്നെ താമസിച്ചു. എന്നിട്ട് അടുത്ത കണ്ണിക ഊരിയാവിന്റെ ഭാര്യയുടെ വിഷയം വിശദീകരിക്കുക. പക്ഷേ ദിനവൃത്താന്ത പുസ്തകത്തിൽ ദാവീദോ യെരൂശലേമിൽ തന്നെ താമസിച്ചു എന്നിട്ട് ഈ പാപം രേഖപ്പെടുത്തിയിട്ടില്ല. യോവാബ് യുദ്ധം ചെയ്ത് രബ്ബാ പട്ടണം നിരോധിച്ചതിനെ പറ്റി അടുത്ത വാക്യം എന്ന് പറഞ്ഞാൽ ദൈവം അത് ക്ഷമിച്ചു. സ്തോത്രം. അതാ ദൈവത്തിന്റെ സ്നേഹം. ഇനി ദിനവൃത്താന്ത പുസ്തകത്തിന്റെ വേറൊരു വിഷയം നമ്മൾ ഇന്നലെ ചിന്തിച്ചതാ, ഒന്നുകൂടെ ആവർത്തിക്കുക. യാക്കോബ്, പേരിന്റെ അർത്ഥം ഉപായി. അപ്പനെ കളിപ്പിച്ചു, ചേട്ടനെ കളിപ്പിച്ചു, കളിപ്പിക്കാവുന്നവരെല്ലാം കളിപ്പിച്ച് മിടുമിടുക്കനായി. അമ്മാച്ചനെ കളിപ്പിക്കാൻ ചെന്ന അയാൾ വലിയ ബിരുദനായിരുന്നു. ഇവൻ അപ്പനെ പട്ടാപ്പകല് കളിപ്പിച്ചു, ഇവനെ അമ്മാച്ചൻ അർദ്ധരാത്രി കളിപ്പിച്ചു. ഇവൻ അപ്പൻ്റെ കണ്ണിന് കാഴ്ചയില്ലാത്തപ്പം കളിപ്പിച്ചു, ഇവന് നല്ല കാഴ്ചയുള്ളപ്പം കളിപ്പീര് പറ്റി. സ്തോത്രം. യാക്കോബ് അപ്പന് പ്രായമുള്ളപ്പോൾ കളിപ്പിച്ചു. യാക്കോബിന് നല്ല യൗവനത്തിൽ അമ്മാച്ചൻ വിതയ്ക്കുന്നതാ കൊയ്യുന്നത് ആട്ടെ. പക്ഷേ യാബോക്ക് കടവിന്റെ തീരത്ത് വന്ന് ദൂതനുമായിട്ട് മല്ല് പിടിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ദൂതൻ ചോദിച്ചു, പേരെന്നാന്ന് ചോദിച്ചു. എന്നിട്ടും പറഞ്ഞു എൻ്റെ പേര് കറക്റ്റ് കാര്യം പറഞ്ഞു, യാക്കോബ, ഉപായി. അപ്പം ദൈവം പറഞ്ഞു, നീ സത്യം സംസാരിച്ചത് കൊണ്ടും കാര്യം തുറന്ന് പറഞ്ഞത് കൊണ്ട് നിന്റെ പേരിനി യാക്കോബെന്ന് അല്ല, പിന്നെന്തുവാ, ഇസ്രായേൽ എന്നാണ് നിന്റെ പേര്. ആ യാബോക്ക് കടവന്റെ തീരത്ത് വെച്ച് ആ പേര് ദൈവം അങ്ങ് വിട്ടു. യാക്കോബ് എന്നുള്ള ഉപായി ഏറ്റു പറഞ്ഞല്ലോ, അനുദപിച്ചല്ലോ, ഓൾ നൈറ്റ് ഇരുന്നതല്ലേ, ക്ഷമിച്ചെന്ന് പറഞ്ഞു.
അത് ക്ഷമിച്ചത് കൊണ്ട് ദിനവൃത്താന്ത പുസ്തകത്തിൽ വന്നപ്പം യാക്കോബ് നല്ല കൊടുത്തേക്കുന്നത് വായിച്ച് ഇന്നലെ വായിച്ചല്ലേ 33. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു. ഇസഹാക്കിന്റെ പുത്രന്മാർ യേശാവ്, ഇസ്രായേൽ. യാക്കോബ് എന്നാ എഴുതണ്ടേ, പക്ഷേ ഇസ്രായേൽ എന്ന് എഴുതി. രണ്ടിൻ്റെ ഒന്നുകൂടെ. യാക്കോബിന്റെ പുത്രന്മാരെന്നാ കൊടുക്കണ്ട, പക്ഷേ കൊടുത്തിരിക്കുന്നത് ഇസ്രായേലിന്റെ പുത്രന്മാർ. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ ദൈവിക ദൃഷ്ടിയിൽ ഈ വിഷയം കണ്ടുകൊണ്ടിരിക്കുക. അല്ല ദിനവൃത്താന്ത പുസ്തകത്തിന്റെ വിഷയം. പുസ്തകം വായിക്കണേ. ഇന്നലെ എന്നോട് ഒരാൾ വിളിച്ച് പറഞ്ഞു, ഞാൻ ഇന്നലെ മുതൽ വായിക്കാൻ തുടങ്ങിയെന്ന്. എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു ദിനവൃത്താന്തം, പക്ഷേ ഇന്നലെ മുതൽ വായിക്കാൻ. ഇതിന്റെ ദൈവത്തിന് മഹത്വം. മതി, ദൈവത്തിന് മഹത്വം. എൻ്റെ തൊണ്ടയെല്ലാം അങ്ങ് വല്ലാതിരിക്കുക ഈ ദിവസങ്ങളിൽ. അപ്പൊ ശ്രദ്ധിക്കുക, മുഴക്ക ചെലമ്പിച്ച് നിൽക്കുന്നു. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ഈ പരുവത്തിന് നിൽക്കട്ടെ. ഇനി ഇപ്പൊ എത്ര എണ്ണം പറഞ്ഞു? ചുമ്മാ ഇരിക്കല്ലേ എണ്ണ. 3 സംഭവം. 4 ദിനവൃത്താന്ത പുസ്തകത്തിന്റെ വിശേഷതയായി പറഞ്ഞു വരുന്നത്. 4 ദാവീദിന്റെ 2ാം പാവം. ദാവീദിന്റെ 2ാം പാവം. അതിനെ അങ്ങനെ പറയാൻ കാര്യം, നാളൊരിടത്തും പറഞ്ഞ ആദ്യ പാവം എന്നൊക്കെ കേട്ടിട്ടുണ്ടെന്ന്. 2 സിനിമയാ. രക്ഷിക്കപ്പെടാത്തവനാ. ഇത് ദാവീദിന്റെ 2ാമത്തെ പാവം. അതുകൊണ്ടല്ലയോ യഹോശാഫാത്തിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന ഒരു പദമുണ്ട്, അവൻ തൻ്റെ അപ്പനാകുന്ന ദാവീദിന്റെ ആദ്യത്തെ വഴി നടന്നു. ദാവീദിന്റെ ആ വാക്യം ഒന്ന് വായിച്ച് എടുത്തവര്. യഹോശാഫാത്ത് അവന്റെ പിതാവാകുന്ന ദാവീദിന്റെ ആദ്യത്തെ വഴി നടന്നെന്ന. ഇവിടെ അല്ല, കണ്ടോ? ദിനവൃത്താന്തങ്ങളുടെ 2ാം പുസ്തകം 17ാം അധ്യായത്തിന്റെ എത്രാം വാക്യം? ശനിപ്പാസേ 3ാം വാക്യം. 3ാം വാക്യം. യഹോശാഫാത്ത് ദാവീദിന്റെ ആദ്യത്തെ വഴികളിൽ നടക്കുകയും. മതി, ആദ്യത്തെ വഴി. യഹോശാഫാത്ത് തന്റെ പിതാവായ ദാവീദിന്റെ ആദ്യത്തെ വഴി. അപ്പൊ അതിന്റെ മറുവശം എന്നാ? 2ാമത്തെ വഴിയുണ്ട്, 3ാമത്തെ. ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോ ആദ്യത്തെ വഴി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? അതിനപ്പുറം വേറെ വഴിയുണ്ട്. അപ്പൊ ദാവീദിന്റെ ആദ്യത്തെ വഴി എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ ആദ്യത്തെ പാവവും 2ാം പാവവും. ദാവീദിന്റെ 2ാമത്തെ പാവം നമ്മൾ ചിന്തിച്ചതാ എന്തുവാ? ജനത്തെ എണ്ണി യോവാബിനോട് പറഞ്ഞ് എണ്ണ എടുത്തുകൊണ്ട് വരാൻ. ഈ വിഷയം ദൈവത്തിന് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇഷ്ടമല്ലെങ്കിലും അത് വേറൊരു റൂട്ടിൽ കൂടെ ദൈവം കൊണ്ടുവന്നു. ചെയ്തത് തെറ്റാ. പ്രവാചകനെ അയച്ചു പറഞ്ഞു, നീ ചെയ്തത് തെറ്റാ. 3 കാര്യം വെക്കുക. 3 കാര്യം ഏത് വേണേ എടുത്തോണമെന്ന് പറഞ്ഞു. അപ്പൊ ദാവീദ് അനുദപിച്ചേച്ച് പറഞ്ഞു, ദൈവത്തിന്റെ കൈ വീഴുന്നതാ. അങ്ങനെ അന്നേ മഹാമാരി എത്ര ദിവസം? എത്ര? ഉറക്കെ പറഞ്ഞു. 3 ദിവസം നിർത്താതെ മാരി. അപ്പൊ നിർത്താതെ അങ്ങോട്ട് മാരി വന്ന് എത്ര പേരാ മരിച്ചേ? 70,000 പേര്. ഒരുത്തൻ ഒരു ഇടങ്കേട് കാണിച്ചാൽ എത്ര എണ്ണമാ കടന്നു പോഴയെന്ന് ഇല്ലേ? ഒരാള് വീട്ടിൽ ഒരുത്തൻ
ക്രമക്കേട് കാണിച്ചാൽ മതി, വീട്ടുകാർ മുഴുവൻ കടന്ന് ഇല്ലേ? അത് മിണ്ടുന്നില്ല. സഭയിൽ ഒരെണ്ണം കുടഞ്ഞാൽ മതി, മുഴുവൻ എണ്ണം കടന്ന് യോടി. ഒരു തള്ള കാരണം എത്ര ദിവസം വഴി യാത്ര മുടങ്ങി. ആരാ? മിരിയാം. തള്ള കൂടാരത്തിലെല്ലാം കൂടെ കയറി പറഞ്ഞു, ഇവൻ ഈ പെണ്ണിനെ കെട്ടേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു, ഞാനല്ലേ ഇവനെ പെട്ടകത്തിനകത്താക്കിയതും കൊണ്ടുവച്ചതും, ഞാൻ ആ കാലത്ത് ഞാൻ എന്ത് കഷ്ടപ്പെട്ട ഇവന് വേണ്ടി ഞാൻ ആ നദിയുടെ കരയ്ക്ക് നോക്കി നിന്നത് ഓർത്താൽ എൻ്റെ അമ്മാമ്മേ കാലിനും കരയും. ഡയലോഗൊക്കെ അങ്ങനല്ലേ? ഞങ്ങളുടെ ഇടയിൽ ദുഷ്ടജന്തു ഉള്ളതാ. അതൊന്നും വക വയ്ക്കാതെ വല്ലച്ചാതി ഇവൻ രക്ഷപ്പെടട്ടെന്നോർത്ത് ഞാൻ കൈ വളരുന്നോ കാല് വളരുന്നോ എന്നോർത്ത് നോക്കി. 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്ന് ഇതെല്ലാം ക്രമപ്പെടുത്തി. എന്നിട്ടും ഇവനെ കല്യാണപ്രായമായപ്പോൾ ഇവനെ മൂത്ത പെങ്ങളെന്നുള്ളതിൽ എന്നോടൊന്ന് പറയാതെ ഇവൻ പോയി ആ ഒന്നുമില്ല. നമ്മൾ കുടുംബക്കാരാണെങ്കിൽ കുടുംബത്തിൻ്റെ വിശേഷം ഒന്നും പറയാതിരിക്കുന്നതാ നല്ലത്. സ്തോത്രം. അത് പോരാഞ്ഞിട്ട് അഗരോനെ കൂട്ടുപിടിച്ച് എടാ ഇങ്ങനെ വിട്ട ഒക്കത്തില്ല, അവൻ പാസ്റ്ററൊക്കെയാ, പക്ഷെ വരച്ച വരെ നമ്മളില്ലയോ മൂത്തത്, നീ എന്നാ മിണ്ടാതിരിക്കുന്നത്? അകരേനും കൂടെ ഇളക്കി. ഇങ്ങനെ സഭയ്ക്കകത്ത് എന്ന് ഇളക്കുന്ന ആൾക്കാരുണ്ട് ഇല്ലേ? പെണ്ണും കൊള്ളാം ആണും കൊള്ളാം. മിണ്ടുന്നില്ല. പെണ്ണും കൊള്ളാം. മാമ അറിഞ്ഞായിരുന്നോ മറ്റേ വിഷയം? നമ്മളിങ്ങനെ പോയ ഈ സഭ എങ്ങനെ ആവും? ഈ സഭ എന്നാ നിന്റെ നെഞ്ചത്താണോ ഇരിക്കുന്നത്? എടാ സഭ കർത്താവിൻ്റെതാ, അതൊക്കെ കർത്താവ് നോക്കിക്കോളും. ചിലരുടെ ഇരിപ്പ് കണ്ട ഈ പല്ലി ഇരിക്കുന്നത് പോലെ ഇത് മുഴുവൻ ഞാനാ. ഇങ്ങനെ ഒന്ന് തൊട്ടാൽ മതി, നിന്റെ വാല് മുറിയും. അല്ല ചിലരുടെ അങ്ങ് വിചാരം. ഇപ്പൊ എനിക്ക് ശിവപാസകം തോന്നുക ഞങ്ങൾ രണ്ടും ഉള്ളത് കൊണ്ടാ ഈ ആരാധന ഇങ്ങനെ. പിന്നെ ഞങ്ങൾ പാടുന്നത് കൊണ്ടാ ഇവിടെ തുറു അന്തരീക്ഷം അങ്ങനെ ഞങ്ങൾക്ക് തോന്നി ഇത് വല്ലോ ഏക്കുന്നതാണ്. സ്തോത്രം. സഭ ദൈവത്തിൻ്റെതാണ്. അപ്പൊ ചില ആൾക്കാര് ഇങ്ങനെ നുളച്ച് നടന്ന് മിരിയാമിനാധീനം ഉണ്ടായിരുന്നു. അങ്ങനത്തെ മിരിയാം ഇവിടെ ഉണ്ട്. മുഖം കാണുമ്പോൾ എനിക്കറിയാം. പിന്നെ ഞാൻ ഈ പ്രസംഗിച്ച് വരുമ്പം മുഖഭാവത്തോട്ട് ഞാൻ നോക്കും, അന്നേരം എനിക്ക് പിടികിട്ടും കള്ളൻ. അതിന് പ്രാർത്ഥിച്ച് നോക്കുമൊന്നും വേണ്ട. മിരിയാം ഇങ്ങനെ അഗരോനെ കൂട്ടുപിടിച്ചു. നീ ഇതൊന്നും കണ്ടില്ലയോടാ, നിന്നോട് അവൻ പറഞ്ഞായിരുന്നോ അവളെ കിട്ടുന്ന കാര്യം? അവരവൻ പറഞ്ഞു, അമ്മാമ എന്നോടൊന്നും, നിന്നെ അവിടെ ഫോട്ടോ കാണിച്ചായിരുന്നോടാ ഫേസ്ബുക്കിൽ? അവരവൻ പറഞ്ഞു എന്നെ കാണിച്ചില്ല, എൻ്റെ മൊബൈലിൽ ഇങ്ങനെ മാന്തുന്നതല്ല അമ്മാമേ, ഇല്ല കുത്തുന്നതാണ് പഴയത്. നമ്പർ കുത്തി വിളിക്കുന്ന അമ്മാമ്മയുടെ മൊബൈൽ തന്നെ. എൻ്റെത് താണ്ടെല്ലാം കാണാം. ഉടനെ മിരിയാൻ പറഞ്ഞു, അവർ രണ്ടുപേരോട് നിൽക്കുന്ന ഫോട്ടോ നീ കണ്ടായിരുന്നോ നേരത്തെ? ഉടനെ അവരവൻ പറഞ്ഞു ഞാൻ കണ്ടില്ല. അല്ലേലും പുള്ളി ഇപ്പം പലതും നമ്മളെ കാണിക്കുന്നില്ല. ഈ തള്ള ഉള്ള കൂടാരം മുഴുവൻ കേറി ഒന്ന് വായിച്ച് വാക്യം വായിരു. മോശെ ക്രൂശസ്ത്രീയെ വിവാഹം ചെയ്തിരുന്നത് കൊണ്ട് ക്രൂശസ്ത്രീ നിമിത്തം മിരിയാമും അഹരോനും അവന് വിരോധമായി സംസാരിച്ചു. അങ്ങനുണ്ട്. മൂത്ത ആങ്ങളെ മൂത്ത പെങ്ങളും കൂടെ അനിയനിട്ട് പാര. യഹോവ മോശെ മുഖാന്തരം മാത്രമേ അരുളിച്ചിട്ടുള്ളൂവോ? മെയിൻ വിഷയം അതാ. അടുത്തത് ഞങ്ങൾ മുഖാന്തരവും അരുളിച്ചിട്ടില്ലയോ എന്ന് പറഞ്ഞു. യഹോവ അത് കേട്ടു. മോശെ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. ഒന്നും പെട്ടെന്ന് യഹോവ
മോശയോടും അഹരോനോടും മിര്യാമിനോടും 3 പേരൂടെ നിങ്ങൾ മൂവരും സമാഗമന കൂടാരത്തിങ്കൽ വരുവിൻ എന്ന് കൽപ്പിച്ചു. 3 ഇഞ്ഞു വരാൻ പറഞ്ഞു. അവർ മൂവരും ചെന്നു. യഹോവ മേഘസ്തംഭത്തിൽ ഇറങ്ങി കൂടാരവാതിൽക്കൽ നിന്നു. അഹരോനെയും മിര്യാമിനെയും വിളിച്ചു. അവർ ഇരുവരും അങ്ങോട്ട് ചെന്നു. പിന്നെ അവൻ അരുളി ചെയ്തത്, എന്റെ വചനങ്ങളെ കേൾപ്പീൻ. നിങ്ങളുടെ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ യഹോവയെ ഞാൻ അവനെ ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ. ഞാൻ വായിപ്പിച്ച് സമയം കളയുന്നില്ല. നിങ്ങൾക്ക് അറിയാം, വഴി മുടങ്ങി, മിരിയാം കുഷ്ഠരോഗിണിയായി. എന്ത് പ്രശ്നമുണ്ടായ ഒറ്റ ഒരു വ്യക്തി നിമിത്തം. ഈ 10-30 ലക്ഷത്തിന്റെ വഴി മുടക്കിയ ഒരു തള്ള. 30 ലക്ഷം അല്ലല്ലോ, അത് കൂടുതലാണ്. ചിലതൊക്കെ ഞരന്ത് പോലായിരിക്കുന്നെങ്കിലും ഈർക്കലിയുടെ വണ്ണമേ ഉള്ളെങ്കിലും അയ്യോ, ഗാർഗിലിൽ വീണതിനേക്കായാലും വലുതാണ്. നമ്മൾ ഓർക്കും ആ ഇരിപ്പും നോട്ടം കാണുമ്പം പാവത്താനാണ്. അയ്യോ എൻ്റെ ദൈവമേ, ദൈവത്തിന്റെ മകത്ത്. അട നമ്മുടെ വിഷയത്തിൽ വരാം. ദാവീദ് ഒരുത്തൻ നിമിത്തം 70,000 എണ്ണം മഹാമാരിയാൽ. ഇത് കഴിഞ്ഞപ്പോൾ ദൂതൻ ഊരിപ്പിടിച്ച വാളുമായിട്ട് നിൽക്കുക. ദൂതൻ വന്ന് നിന്ന സ്ഥലം ശമൂവേലിന്റെ പുസ്തകത്തിൽ വായിക്കുന്നത് ആരുടെ സ്ഥലമെന്ന? അരവന. ഇത് ദിനവൃത്താന്തത്തിൽ വായിക്കുന്ന ഒർന്നാന്റെ കളം. ഒർന്നാൻ. അപ്പൊ ദൂതൻ വന്ന് ഈ കളത്തിൽ നിൽക്കുന്നു. ഒർന്നാന് പിള്ളേരുണ്ടായിരുന്നു. അവൻ എത്ര 4 പിള്ളേരാണ് തോന്നല്ലേ? ഒർന്നാൻ എത്ര പിള്ളേരാ? നമ്മുടെ തന്നെ വലിയ തിട്ടമില്ല. പിന്നെ ഒർന്നാൻ എത്ര പിള്ളേരാന്ന് ചുമ്മാ ഇരുന്നു. ഒർന്നാൻ എത്ര പിള്ളേരുണ്ട്? നീ ഉമ്മ 2 നീ കെട്ടിയതുമല്ല, കല്യാണം കഴിച്ചോല്ല, പിന്നെ നീ ഇവിടുന്ന് 2, 3, 4 എന്തെന്തിനാ പറഞ്ഞത്? ദൈവത്തിന് മകൻ 4 പേര്. അപ്പൊ ഒർന്നാൻ 4 പിള്ളേര്. ദൂതം നിൽക്കുന്ന കണ്ടപ്പോ ഒർന്നാൻ പിള്ളേരുമായിട്ട് ഓടി ഒളിച്ചു. ഒർന്നാൻ പറഞ്ഞ മക്കളെ വാടാനും പറഞ്ഞ് പോയി പാത്തിരുന്നു. പാത്തിരിക്കുക മാത്രമല്ല, പോലെ പുള്ളി ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുക. അന്നേരം പ്രവാചകൻ വന്നു, സംസാരമായി. ദാവീദിനോട് വന്ന് കാര്യം പറഞ്ഞു. ദാവീദിനോട് പറഞ്ഞൊരു കാര്യം ചെയ്യണം, നീ ആ ഒർന്നാന്റെ കളം ഇഞ്ഞ് മേടിക്കണം. കാരണം ദൂതൻ വന്ന കളത്തിൽ നിൽക്കുക. ദാവീദിനോട് പറഞ്ഞു, നീ ഒർന്നാന്റെ കളം ചെന്ന് മേടിക്കണം. അതെന്താ? ഈ ഒർന്നാന്റെ കളം മേടിക്കണം. ദൂതൻ വന്നവിടെ നിൽക്കാൻ കാര്യം. ദൂതം വന്ന് അവിടെ വന്ന് നിൽക്കാൻ കാര്യം. ഇത് നമ്മൾ ദിനവൃത്താന്ത പുസ്തകത്തിലാണ് പഠിക്കുന്നത്. അതിനായി പറഞ്ഞത്. ദൂതം വന്ന് ഈ ഒർന്നാന്റെ കളത്തിലാണ് നിന്നെ. അവിടുന്ന് അങ്ങോട്ടും പോയില്ല. ഊരിപ്പിടിച്ച വാളുമായിട്ട് നിൽക്കുക. ഷാജിപ്പാസും ശിവപ്പാസും ഒന്നും കയറി പറയരുതേ. Praise the Lord. എല്ലാ വാക്യങ്ങളും എടുപ്പിക്കുന്നില്ല. ഈ ഒർന്നാന്റെ കളത്തിലാണ് പൂർവ്വപിതാവാകുന്ന അബ്രഹാം പണ്ട് ഇസഹാക്കിനെ യാഗം കഴിച്ചത്. അവിടെ വെച്ചാണ് ആട്ടുംകുട്ടി കുരുങ്ങിക്കിടക്കുന്ന കണ്ടത്. നോക്കിയപ്പോ ഒർന്നാന്റെ കളവാ. അതുകൊണ്ട് ആ ദൂതൻ ഇപ്പൊ എങ്ങോട്ടും പോകാൻ മേല.
ഭൂതന്മാളും പിടിച്ചവിടെ നിൽക്കുക, അങ്ങോട്ടും പോകാൻ മേല. അബ്രഹാം ഇവിടെ യാഗപീഠം പണിത്. ആ സ്ഥലത്തിന് പണ്ടത്തെ പേരെന്നാ? മോറിയാമല. അത് തന്നെ ഒർണാന്റെ കളം, അത് തന്നെ അരവന. ആ സെയിം സ്ഥലത്താണ് ശലോമോൻ ആലയം പണിതത്. ദിനവൃത്താന്ത പുസ്തകത്തിലെ ഈ ഒർണാന്റെ കളം കഴിഞ്ഞ് ഈ 22 വായിച്ചേ. ഇത് യഹോവയായ ദൈവത്തിന്റെ ആലയം. ഇത് യഹോവയായ ദൈവത്തിന്റെ ആലയം. ഇതെവിടെ നിന്നാ പറഞ്ഞ? ആ കളത്തിന്റെ എവിടെ നിന്ന് പറയുക? ഇത് യഹോവയായ ദൈവത്തിന്റെ ആലയം. ആലയം. അപ്പം അതിന്റെ മേളിലത്തെ ഒരു കണ്ണികയുണ്ട്. ആ കാലത്ത് യബൂസിനായ ഒർണാന്റെ കളത്തിൽ വെച്ച് യഹോവ തന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരളി എന്ന് ദാവീദ് കണ്ടിട്ട് അവിടെ യാഗം കഴിച്ചു. മോശെ മരുഭൂമിയിൽ ചുണ്ടാക്കിയിരുന്ന യഹോവയുടെ തിരുനിവാസവും ഹോമപീഠവും അന്ന് ഗിബെയോനിലെ പൂജാഗിരിയിലായിരുന്നു. അവിടെ ആയിരുന്നു അത്. യഹോവയുടെ ദൂതന്റെ വാളിനെ പേടിച്ചതുകൊണ്ട് ദൈവത്തോട് അരുളപ്പാട് ചോദിക്കേണ്ടതിന് അവിടെ ചെല്ലുവാൻ ദാവീദിന് കഴിഞ്ഞില്ല. അങ്ങോട്ട് കേറിയില്ല, പേടിച്ചു പോയി. അടുത്ത വാക്യം. ഇത് യഹോവയായ ദൈവത്തിന്റെ ദൈവത്തിന്റെ ആലയം. ഇനി ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1 വായിച്ചേ. അനന്തരം ശലോമോൻ യഹോവയുടെ നാമത്തിനൊരു ആലയവും തനിക്കൊരു അരമനയും പണിയുവാൻ നിശ്ചയിച്ചു. അരമനയും പണിയാൻ നിശ്ചയിച്ചു. ഇനി 3-ന്റെ 1 വായിച്ചേ. അനന്തരം ശലോമോൻ യെരൂശലേമിൽ തന്റെ അപ്പനായ ദാവീദിന് യഹോവ പ്രത്യക്ഷനായ മോറിയ പർവ്വതത്തിൽ യെബൂസിനായ ഒർണാന്റെ കളത്തിങ്കൽ ദാവീദ് വട്ടം കൂട്ടിയിരുന്ന സ്ഥലത്ത് യഹോവയുടെ ആലയം പണിയുവാൻ തുടങ്ങി. ദൂതം വന്നിട്ട് അവിടുന്ന് പോകാതെ നിൽക്കുന്നേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൂതം അങ്ങോട്ടും പോകാൻ മേൽ ഇങ്ങോട്ടും പോകാൻ മേല നിൽക്കുമ്പോ പണ്ട് ഇവിടെ ഒരു യാഗപീഠം പണിതലാ അബ്രഹാം. പ്രൈസ് ദി ലോർഡ്. സാക്ഷാൽ ദൈവകുഞ്ഞാട് അവിടെ അറക്കപ്പെട്ടതാ. ദൈവത്തിന്റെ മഹത്വം. ദൈവം അബ്രഹാം പറഞ്ഞല്ലോ, മോനെ യഹോവ കരുതിക്കൊള്ളും. മോറിയാമലയുടെ മുകളിൽ ചെന്നപ്പോൾ ഇസഹാക്കിനെ കയ്യും കാലും കെട്ടിക്കിടത്തിയപ്പോൾ അവൻ കത്തിയെടുത്തപ്പോൾ ദൈവം പറയാ, വെട്ടരുത്. അബ്രഹാമേ, ബാലന്റെ മേൽ കൈവെക്കരുത്. തിരിഞ്ഞു നോക്കിയപ്പോൾ ആട്ടുംകുട്ടി. അവിടെ നിൽക്കുക. ദൂതൻ വാണം പിടിച്ചു. ദൈവത്തിന് മഹത്വം. അപ്പൊ ഈ വിഷയമൊക്കെ പഠിക്കുന്ന ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്നാണ്. ശമൂവേലിന്റെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അപാകതയുണ്ടോ? ദൈവത്തിന് മഹത്വം. ഇതെല്ലാം ഈ പുസ്തകത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് എന്ത് ചെയ്താ വായിക്കുകയല്ല. അടുത്ത കാലത്ത് ഒരു ഊളം പറഞ്ഞ് ഇതെല്ലാം കൂടെ കീറിക്കളയാൻ. ആരാടാ ഇതെല്ലാം കൂടെ ഒന്നിച്ച് കുത്തിക്കെട്ടിയെന്ന്. ഇപ്പൊ രാധനൊക്കെ എന്തോ പറ്റിയെന്ന അവൻ ചോദിക്കുക, ഇതെല്ലാം കൂടെ ആരാ ഒന്നിച്ച്? പഴയ നിയമവും പുതിയ നിയമവും കൂടെ ഒന്നിച്ച് അവൻ അതാ അറിയണ്ടേ. എന്റെ ദൈവമേ, ഈ ദൈവത്തിന്റെ വചനം ധ്യാനിച്ചാൽ സന്തോഷമല്ലേ? ഏതോ ആനന്ദമാ. നിൻമുഖകാന്തിയൻ മ്ലാനത നീക്കും. നിൻമുഖകാന്തിയൻ മ്ലാനത നീക്കും. നിന്മധുരാമൃതവചനം കിന്നതയാകവെ പോക്കും. നിന്മധുരാമൃതവചനം കിന്നതയാകവെ പോക്കും. ഓ മഹിമയഴും പരമേശ, മഹിമേശു മഹേശ, മഹിമയഴും പരമേശ, മഹിമേശു മഹേശ. മുകിൽ ഭീകരം ആയി വരും നേരം, മുകിൽ ഭീകരം
കാൺമതോ നിയമത്തിൻ വില്ല ആയതിൻ തീരുമൻ ഭാരം. ഓ കാൺമതോ നിയമത്തിൻ വില്ല ആയതിൻ തീരുമൻ ഭാരം. ഓ മഹിമയഴും പരമേശ മഹിമേശു മഹേശ മഹിമയഴും പരമേശ മഹിമേശു മഹേശ മഹിമയഴും പരമേശ മഹിമേശു മഹേശ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. അതെ, അധികം വിവരിക്കുന്നില്ല. 4 നാലാമത്തത് ദാവീദ് പെട്ടകം കൊണ്ടുവരുന്ന വിഷയമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാ പെട്ടകം കൊണ്ടുവരുന്നത്. ശമൂവേലിന്റെ 2-ാം പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ അത് പറഞ്ഞങ്ങ് നിർത്തി. ഇല്ലയോ? പെട്ടകം കൊണ്ടുവരുന്ന വിഷയം അത് പറഞ്ഞങ്ങ് നിർത്തി. പക്ഷേ ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഈ ശമൂവേലിന്റെ 2-ാം പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലായി ഈ സംഭവം. അത് 2 സംഭവങ്ങളും കൂടെ ചേർത്ത ഇല്ലേ? അത് 2 സംഭവവും 2 പ്രാവശ്യമല്ലേ പോയത്? 2 പ്രാവശ്യം പോയത് 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 19 വരെയുള്ള തിരുവെടുത്ത് കൊണ്ട് പറഞ്ഞു നിർത്തി. എന്നാൽ ഈ വിഷയം ദിനവൃത്താന്തത്തിൽ വന്നപ്പോൾ 13, 15, 16 3 അധ്യായത്തിൽ രേഖപ്പെടുത്തി. അവിടെ രേഖപ്പെടുത്താത്ത പല വിഷയങ്ങളും ഇവിടെ നിന്നാണ് പഠിക്കുന്നത്. അതാ ദിനവൃത്താന്ത പുസ്തകത്തിന്റെ വിശേഷത. പെട്ടകം കൊണ്ടുവരാൻ ആദ്യം പോയത് ആരുമായിട്ടാ? ബിരുദന്മാരുമായിട്ടാ പോയത്. എല്ലാ വാക്യങ്ങളും ഒടിപ്പിക്കുന്നില്ല. പാട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്ന എല്ലാം ബിരുദന്മാരാ. ഈ പാട്ടുകാരിൽ ആത്മീകര് കുറച്ചുള്ളൂ, ബാക്കി സിംഹഭാഗവും ബിരുദന്മാരാ. പ്രസംഗിക്കുന്നവരിലും ആത്മീകര് കുറച്ചുള്ളൂ, സിംഹഭാഗവും ബിരുദന്മാരാ. സഭയുടെ നടത്തിപ്പുകാരെന്ന് പറയുന്നവരിൽ സിംഹഭാഗവും ബിരുദന്മാരാ. കുറച്ച് പേരേ ഉള്ളൂ, അത്ര ഉള്ളൂ. എല്ലാ മേഖലയും കമ്മിറ്റി ഉണ്ടെങ്കിൽ അതിനകത്ത് സിംഹഭാഗോ ബിരുദന്മാരോ 1 or 2 എണ്ണം കടുക് താളിക്കുന്നത് പോലെ അല്ലെ? കുഞ്ചായം പറഞ്ഞ പോലെ ഒരു കടുക് പൊട്ടാനുണ്ടെന്ന്. അമ്മാമ്മ ഭക്ഷണം കൊടുത്തപ്പോ അച്ഛൻ പറഞ്ഞ മീൻസ് ഒരു കടുക് സിംഹഭാഗവും ബിരുദന്മാരാ. അപ്പൊ ഈ ബിരുദന്മാരുമായിട്ട് പോയത് കൊണ്ടാ കാള വരളാനൊക്കെ കാരണം. 1 ബിരുദന്മാര്, 2 വണ്ടി, പിന്നെ വണ്ടിക്കകത്ത് പെട്ടകം. പറ, ഈ വണ്ടിക്കകത്ത് പെട്ടകം കയറ്റി പിന്നെ ദാവീദിന്റെ മകൻ ശലോമോന്റെ കാലത്തല്ലയോ ദൈവാലയം പണിതത്. അപ്പം വണ്ടിക്കകത്ത് പെട്ടകം കയറ്റി. പെട്ടകത്തിനകത്ത് എന്തൊക്കെയാ? മണ്ണായിട്ട് വെച്ച പൊൻപാത്രം, അകലുള്ള തളുത്ത വടി. ഈ വണ്ടിക്കകത്ത് പെട്ടകം എടുത്തു വെച്ചു. 3 കാര്യം: ആ മണ്ണായിട്ട് വെച്ച പൊൻപാത്രം, അകലുകൊണ്ട് തളർത്ത വടി, നിയമത്തിന്റെ കൽപ്പലക. അത് നേരത്തെ ഇട്ട് വെച്ചിരിക്കുന്നതാ. ആവശ്യമില്ലാത്തടത്തെല്ലാം വണ്ടിയും കാളയും ഈ പെട്ടകവും തുള്ളലും ചാട്ടവും മേളവും ഓളവും ഒക്കെ ആയിട്ട് കൊണ്ട് നടന്ന് ഈ ശലോമോൻ ദൈവാലയം പണിത് പ്രതിഷ്ഠിച്ച് പെട്ടകം കൊണ്ടുവന്നപ്പോൾ 2 കൽപ്പലയല്ലാതെ വേറെ ഒന്നുമില്ല അതിനകത്തിപ്പം. ഇതിങ്ങനെ ഉരുട്ടിക്കൊണ്ട് കണ്ടെടുത്തല്ല. ഞങ്ങളുടെ ഒരു വല്യമ്മച്ചിയുടെ ഭാഷ പറഞ്ഞാൽ കണ്ടടം നിരങ്ങി.
ഇപ്പൊ ഇതിനകത്ത് മന്നയുമില്ല, സംഗീതക്കാരുണ്ട്, പാട്ടുകാരുണ്ട്, മേളക്കാരുണ്ട്, നന്നായിട്ട് ഉണർവുണ്ടാക്കുന്നവരുണ്ട്. പക്ഷെ പെട്ടകത്തിനകത്ത് വേണ്ടത് 2 കരിങ്കല്ലിന്റെ ചീളിരിപ്പുണ്ട്. ആദ്യത്തത് ദൈവം തമ്പുരാൻ കൊടുത്ത അത് ഇവനെല്ലാം കാരണം അത് പുള്ളി ഇപ്പം വന്ന് പെട്ടകം മുടുത്തൊരു പെട്ടകം ഇരിപ്പുണ്ട്. പക്ഷെ അകത്ത് ഞായറാഴ്ച ആകുമ്പോ ഇങ്ങനെ ഞങ്ങാടം തള്ളിക്കൊണ്ട് വരും പോലെ വന്ന് ഓരോ കസേര കയറി ഇരിപ്പുണ്ട്. പക്ഷെ അകത്ത് വേണ്ടതൊന്നും ആ വാക്യം വായിച്ചേ. എനിക്കൊന്ന് ഷാജി പാസ്റ്റർ 8-ാം അധ്യായത്തിലല്ലയോ, ഒന്ന് വായിച്ചേ. കൽപാത്രം കരിങ്കല്ലിന്റെ 2 പ്രമാണ പലക മാത്രം ഉള്ളെന്ന്, വേറൊന്നും ഇല്ലെന്ന്. നിങ്ങൾ ആ വാക്യം കണ്ടെങ്കിലൊന്ന് വായിച്ചേ. കണ്ടോ? രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 8-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചേ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 8-ന്റെ 1 മുതൽ. പെട്ടെന്ന്. പിന്നെ യഹോവയുടെ നിയമപ്പെട്ടകം സിയോൻ എന്ന ദാവീദിന്റെ നഗരത്തിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് ശലോമോൻ ഇസ്രായേൽ മൂപ്പന്മാരെയും ഇസ്രായേൽ മക്കളുടെ പിതൃഭവനങ്ങളിലെ പ്രഭുക്കന്മാരായ സകല ഗോത്രപ്രധാനികളെയും പ്രഭുക്കന്മാരായ സകല ഗോത്രപ്രധാനികളെയും പെട്ടകം കൊണ്ടുവരാൻ അയച്ചു. എല്ലാം വായിക്കാൻ നേരമില്ല. 9-ാം വാക്യം വായിച്ചേ. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ശേഷം യഹോവ അവരോട് നിയമം ചെയ്തപ്പോൾ ഹോറേബിൽ വെച്ച് അതിൽ വെച്ചിരുന്ന 2 കൽപ്പലക അല്ലാതെ പെട്ടകത്തിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. എന്ത് ചെയ്യാതല്ല? രണ്ട് കൽപ്പലക അല്ലാതെ അപ്പൊ ഈ മന്നായി മടി എന്ത് ചെയ്യുന്നു? സ്തോത്രം. ഞാനൊരിക്കൽ പ്രസംഗിച്ചപ്പം ഒരപ്പച്ചൻ ആസ്വദിച്ചിരിക്കുക. അപ്പച്ചൻ ഈ വചനം കേട്ടിങ്ങനെ ആസ്വദിച്ചിരുന്നപ്പം അപ്പച്ചൻ അതിൽ രസിച്ചേച്ച് ഞാൻ ചോദിച്ചു, കൽപ്പലകയും മാത്രമേ ഉള്ളൂ, വടി മന്ന എന്ത് ചെയ്യും? ഉടനെ അപ്പച്ചൻ എഴുന്നേറ്റ് പറഞ്ഞു, അത് ആണുങ്ങൾ കൊണ്ടുപോയെന്ന്. പുള്ളി അതിലങ്ങ് ആസ്വദിച്ച് രസിച്ചിരിക്കുക. പുള്ളി വളരെ രോക്ഷത്തോടാ പറഞ്ഞത്. എന്ത് ചെയ്യാന്ന് ഞാൻ ചോദിച്ചു, ആണുങ്ങൾ കൊണ്ടുപോയി പാസ്റ്റർ. എടാ, ഇത് വണ്ടിക്കകത്തല്ല ഉരുട്ടിക്കൊണ്ട് നടക്കേണ്ടതല്ല. ഇത് ബിരുദന്മാരെല്ലാം കൂടി കൊണ്ടുപോകേണ്ടതല്ല. ഇത് കുണം പിടിക്കാത്ത പാട്ടുകാരുടെ താളത്തിലും മേളത്തിലും തുള്ളിക്കേണ്ടതല്ല. ഇത് മൂരിക്കാള കെട്ടി വലിക്കേണ്ടതല്ല. ഈ പെട്ടകത്തെ പറ്റി എഴുതിയിരിക്കുന്നതാ. ഈ പെട്ടകം ചുമന്നെന്ന് വാക്യമുണ്ടെങ്കിലും കൊടുത്തിരിക്കുന്ന പ്രയോഗം നല്ല പ്രയോഗം. പെട്ടകം ചുമക്കുകയല്ല, പെട്ടകം വഹിക്കണം. അതാ നല്ല ഭാഷ. പെട്ടകം ഇപ്പൊ എല്ലാം ചുമക്കാൻ ആളുണ്ട് ഇല്ലേ? ചുമട്ടുകാർ ഒത്തിരി ഉണ്ട്. അന്നേരം കൂലി കൊടുത്ത് പാടുന്നതിന് എത്ര കൂലി? ഒന്നാ പാട്ടു. പാട്ട് പാടുന്നതിന് എത്രയാ കൂലി? എന്നാ പിടിച്ചു. തബല വായിക്കുന്നതിന് എത്രയാ കൂലി? അത് വായിച്ചു. മൃദംഗം വായിക്കുന്നതിന് കൂലി. ഇത് വായിക്കുന്നതിന് ഇങ്ങനെ അടിക്കുന്നതിന് കരഞ്ഞോണ്ട് പാടണേ, അതിന് സന്തോഷിച്ച് പാടണേ, അതിന് അങ്ങനെ ആണെന്നല്ല. പിന്നെ ചില ഈ പാട്ടുകാരെ വിളിക്കുമ്പം എല്ലാ പേരൊന്നും പറയുന്നില്ല, ഡെഡ് ബോഡിയും കൊണ്ടുപോകുമ്പോൾ അവരങ്ങ് കരഞ്ഞ സകല മനുഷ്യൻ്റെ നമ്മളൊക്കെ പുള്ളിക്ക് വലിയ അത് ഇതിന്റെ ട്യൂണും സ്വരം അനുസരിച്ച് ആ കാശ്
ചുമട്ടുകാരി ഒത്തിരി ഉണ്ട് കേട്ടോ, വഹിക്കാൻ ആളില്ല. അല്ല, വഹിക്കാൻ കുറെ പേരുണ്ട്, അത് വേറെ. നന്നായിട്ട് വഹിക്കാൻ വരുന്നവരും പിന്നെ കുറച്ച് നാളൊക്കെ നിന്ന് വഹിച്ചേച്ച് പോയവരും. മനസ്സിലാകുന്നില്ല? കുറെ നാളൊക്കെ ഇങ്ങനെ തപ്പിയും പൊത്തിയും നിന്നേച്ച് അങ്ങനെ വഹിച്ചവരുടെ കാര്യമല്ല. അങ്ങനെ ഒത്തിരി പേരുണ്ട് കേട്ടോ. ഇത് പെട്ടകം വഹിക്കാൻ. ഞാന് രാവിലെ വചനം വായിച്ചപ്പം ഒരു വാക്യം ഓടക്കി ഞാനവിടെ ഇങ്ങനെ, അപ്പൊ രേണു ഏതാണ്ട് വന്ന് ചോദിച്ചു, ഞാനതൊന്നും കേട്ടില്ല. ഇതിലിങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു പെട്ടകം വഹിച്ചതിനെ പറ്റി. അതിനെപ്പറ്റി ഞാനത് എഴുതി നോട്ട് ചെയ്തിട്ടുണ്ട്. രാവിലെ ഇങ്ങനെ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അവൻ്റെ പേര് ഈ കെനന്യാവ്. നിങ്ങളാണ്ട 15:22 വായിച്ചേ. 15:22 ദിനവൃത്താന്തം. കിന്നരം വാഹകന്മാരിൽ ലേവ്യരിൽ പ്രധാനിയായ കെനന്യാവ് പെട്ടകം വഹിക്കുന്നതിന് മേൽ വിചാരകനായിരുന്നു. അടുത്ത പദം, അവൻ അതിൽ സമർത്ഥനായിരുന്നു. അതാ വിഷയം. അവൻ അതിന് പെട്ടകം വഹിക്കുന്നതിന് ഈ ശുശ്രൂഷയിൽ ഒരു സാമർഥ്യമൊക്കെ വേണം. ചുമ്മാ താളതാളാന്ന് കിടന്നാ നീ എങ്ങനെ രക്ഷപ്പെടാനാ? പിളുക്കാന്നും പറഞ്ഞു 50 കൊല്ലമായി. അങ്ങോട്ട് ഇട്ടാ അങ്ങോട്ട്, ഇങ്ങോട്ട് ഇട്ടാ ഇങ്ങോട്ട്. അതല്ലേ പാസ്റ്റേ ശരി? അതാ ശരി. അല്ല പാസ്റ്റേ ഇതല്ലേ, ഇതാണ് ശരി. അല്ല അതല്ലേ ശരി? അതല്ലയോ ശരി. ഇത്ര ഒരു ഭാഷ പറയാൻ തോന്നുക ആവണക്കണ്ണേനെ പറയുന്നുള്ളൂ, ബാക്കി ഒന്നും ഇനി പറയുന്നില്ല. അത്ര പറയുന്നുള്ളൂ, വേറെ ഒന്നും പറയുന്നില്ല. ബാക്കി നിങ്ങൾ ഇരിക്കല്ലേ പൂരിപ്പിച്ചോ, ഞാൻ എടുക്കാനാ. ഇവനെ പറ്റി വായിക്കുന്നത് പെട്ടകം. ഒന്നുകൂടെ വായിച്ചേ ആ വാക്യം സഹോദരി. വാഹകന്മാരായ ലേവ്യരിൽ പ്രധാനിയായ കെനന്യാവ് പെട്ടകം വഹിക്കുന്നതിന് മേൽ വിചാരകൻ ആയിരുന്നു. അവനതിൽ സമർത്ഥനായിരുന്നു. അവനതിൽ സമർത്ഥന. അവനതിൽ സാമർത്ഥ്യമുള്ള സ്ത്രീകളെന്നുണ്ടല്ലോ സമാഗമന കൂടാരം പഠിക്കുമ്പം ആലയത്തിൽ കൊണ്ടുവന്നത്. ദർപ്പണം ഇല്ലേ ഷാജി പാസ്റ്റേ? അതുപോലെ ഇവിടെ സാമർത്ഥ്യമാ. പാടാനും പ്രാർത്ഥിക്കാനും ആരാധിക്കാനും വാക്യം വായിക്കാനും നുണയും കൊതിയും പറയാൻ നല്ല സാമർത്ഥ്യമാ. കൂട്ടിക്കെട്ടുണ്ടാക്കാൻ നല്ല സാമർത്ഥ്യം. അയലത്തുകാരോട് വഴക്കുണ്ടാക്കാൻ നൈറ്റിയൊക്കെ എടുത്ത് കുത്തിവെച്ച് മതിലിന്റെ സൈഡിൽ കൂടെ നിന്ന് കണ്ടിട്ടില്ലേ നിങ്ങൾ? എടുത്ത് ഇങ്ങനെ എല്ലാവരും ചേർത്തൊന്നും കുത്തിവെച്ച് എന്നെ നിനക്ക് അറിയത്തില്ലടി എന്നും പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടില്ല? കണ്ടിട്ടില്ല എന്ന് നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. എന്തിനാ കണ്ടിട്ടില്ലെന്ന് ഞാൻ ചോദിക്കുന്നേ? അതിനെല്ലാം നല്ല മരുമകളുമായിട്ട് കൊമ്പ് കോർക്കാൻ നല്ല സാമർത്ഥ്യമാ. അമ്മായിയമ്മയായിട്ട് കൊമ്പ് കോർക്കാനും നല്ല സാമർത്ഥ്യമാ. പിടുത്തം ഉണ്ടാക്കാൻ അതെല്ലാം മാറ്റിവെച്ച ചാൽമികത്തിൽ സാമർത്ഥ്യം കാണിക്ക്. ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും വചനധ്യാനത്തിനും ഉപവാസത്തിനും ജാഗരണത്തിനുമൊക്കെ ഒരു നല്ല സാമർത്ഥ്യം കാണിക്ക്. ശുശ്രൂഷയിൽ അതൊക്കെ ഉണ്ടാകണം. ദാവീദിനെ പറ്റി വായിക്കുന്നേ ഇങ്ങനെ കൈമിടുക്കോടെ നടത്തിയെന്ന. എങ്ങനെ? 78 ലാസ്റ്റ് വാക്യം. സങ്കീർത്തനമല്ലേ 78? ഇവിടെ 78 കിടക്കുന്നു. ആ മോളെ വായിച്ചേ. അങ്ങനെ അവൻ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു, കൈമിടുക്കോടെ അവരെ നടത്തി. കൈമിടുക്കോടെ നടത്തിയെന്ന.
അതിന്റെ മുകളിലത്തെ വാക്യത്തിലുണ്ട് ദാവീദിന്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. 3 വാക്യം മേളിൽ കയറ്റി വായിച്ചേ. അവൻ തന്റെ ദാസനായ ദാവീദിനെ തിരഞ്ഞെടുത്തു. എന്നിട്ട് ദാവീദിനെ തിരഞ്ഞെടുത്ത വിഷയം പറഞ്ഞു വന്നേച്ച് സങ്കീർത്തനത്തിന്റെ ഓടി പറഞ്ഞ അവൻ കൈമിടുക്കോടെ നടത്തണം. ഇത് യോഗം പ്രാർത്ഥിച്ച് തുടങ്ങാൻ അറിയാമേല, നിർത്താൻ അറിയാമേല, ആശീർവാദം അറിയത്തില്ല, ഭക്ഷണത്തിന് പ്രാർത്ഥിക്കുന്ന എങ്ങനെയാണെന്നറിയത്തില്ല, കാത്തിരിപ്പ് യോഗത്തിന് പ്രാർത്ഥിക്കുന്ന എങ്ങനെയാണെന്നറിയത്തില്ല, ഉപവാസത്തിന് എങ്ങനെയാണെന്നറിയത്തില്ല, ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എങ്ങനെയാണെന്നറിയത്തില്ല, ഒരു കുടുംബം ഒന്നും അറിയത്തില്ല. ഏകപട എമ്പട തിറുപട ചമ്പട. രാവിലെ ഒരു കളസവും ഇട്ടോണ്ട് ഒരു 10 എടുത്ത് കക്ഷത്ത് വെച്ച് ഇല്ലേ കോഴിക്കാരൻ കോഴിയെ വിൽക്കാൻ നടക്കുന്നത് പോലെ. കൈമിടുക്കോടെ നടത്തണം. അപ്പൊ പെട്ടകം ചുമക്കുകയല്ല, പെട്ടകം വഹിക്കണം. ദാവീദ് ആദ്യം പോയത് മുഴുവൻ ചുമട്ടുക ബിരുദന്മാരാ. 30,000 വിവരിക്കുന്നില്ല, പെട്ടെന്ന് നിർത്താം. ബിരുദന്മാരുമായിട്ട് പോയി എന്തെല്ലാം കോന്ത്രാക്കൊള്ളി വന്നു. രണ്ടാമത്തെ പോക്ക് പോയപ്പം വായിച്ചങ്ങ് വിട്ടു, നേരമില്ലെല്ലാം പറയാൻ. ആരെയൊക്കെ കൊണ്ടുപോയി? അത് ദിനവൃത്താന്തത്തില്ല. 15-2 വായിച്ച് ലേവ്യര്. അപ്പൊ ആദ്യം നേരത്തെ ബിരുദന്മാരുമായിട്ടാ പോയത്. 6-ാം അധ്യായത്തിൽ ശൗമേൽ 2-ാം പുസ്തകം 6-ാം അധ്യായത്തിൽ ശൗമേലിന്റെ 2-ാം പുസ്തകം 6-ാം അധ്യായത്തിൽ 30,000 എങ്ങനെ 30,000 ബിരുദന്മാര്. രണ്ടാമത്തെ പോക്ക് പോയപ്പോ ദാവീദ് പറഞ്ഞു സ്തോത്രം. 15-2 വായിച്ചേ. അല്ല, ദിനവൃത്താന്തം 1-ാം അധ്യായം 1-ാം പുസ്തകം 15-2. അന്ന് ദാവീദ് ലേവ്യരല്ലാതെ കണ്ടോ, രണ്ടാമത്തെ പോക്ക് പോയപ്പോ ഒറ്റ ബിരുദനെ കൊണ്ടുപോയില്ല. ആരെയൊക്കെ കൊണ്ട് ലിസ്റ്റാ? ലേവ്യര്. ഇനി 15-4 ദാവീദ് അഹരോന്റെ പുത്രന്മാരെ 2 അഹരോന്റെ പുത്രന്മാര്. 15-5 കെഹാത്യര്. 15-16 ലേവ്യരുടെ പുത്രൻ. പിന്നെ ദാവീദ് ലേവ്യരിലെ പ്രധാനന്മാരോട് 15-19 സംഗീതക്കാരായ ഹേമാനും ആസാഫും അവർ. ഇനി 15-22 അപ്പൊ ചുരുക്കി പറഞ്ഞാൽ രണ്ടാമത്തെ പോക്ക് പോയപ്പോൾ ഒറ്റ ബിരുദനെ കൊണ്ടുപോയില്ല. ഇതിനെപ്പറ്റി വേദപഠിതാക്കൾ പറയുന്നത് ആദ്യത്തെ പോക്കിന് പോയത് ആരെയും കൊണ്ടാ? ബിരുദന്മാരെ ഈ വണ്ടിയെ കൊണ്ടുവന്ന് മൂരിക്കാളെ കെട്ടിക്കഴിഞ്ഞപ്പോൾ യുവന്മാര് പറഞ്ഞു പെട്ടകം എടുത്ത് വണ്ടിയെ പഴയ അപ്പച്ചന്മാരാ തോളയിലൊക്കെ വെച്ചോണ്ട് പോകുന്ന ഉണ്ണുണ്ണു സാറ്, പിന്നെ TG ഉമ്മച്ചൻ, പിന്നെ CK ദാനിയേൽ, പിന്നെ VT ജോസഫ്, കൊടുന്തറ ഉമ്മച്ചൻ, അഷ്ടമുടി ഉമ്മച്ചൻ, ഉള്ളായും ചെറിയാച്ചൻ, ചേത്തക്ക കീവർച്ചൻ, പിന്നെ ഭക്തൻ കുട്ടിയച്ചൻ, വെമ്പാല കുട്ടിയച്ചൻ, കുന്നത്തുങ്കര കുട്ടിയച്ചൻ, തൃക്കണ്ണമംഗൽ കുട്ടിയച്ചൻ, കുറ്റു കുട്ടിയച്ചൻ, മംഗലത്തി കുട്ടിയച്ചൻ. അത് IPCയിലെ. ചർച്ചകോട് 2 ഉണ്ട്. TM വർഗീസ് സാറ്, പിന്നെ മാലക്കര പാപ്പി സാറ്, കുഞ്ഞുമ്മൻ പാസ്റ്റർ, അങ്ങനെ ആ മേഖല. അവിടെ റീജിയണിലെ കുന്നഞ്ചിറ മർക്കോസ് ഉപദേശി, പിന്നെ നമ്മുടെ അങ്ങ് പഴയ അപ്പച്ചന്മാർ ഒത്തിരി ഉണ്ട്. ചെമ്പന്തുരത്തിലെ ജോസഫ് ഉപദേശി, ആൻഡ്രൂസ് പാസ്റ്റർ, CJ ജോസഫ് പാസ്റ്റർ, അങ്ങനെ അവര് ഏജിയിലെ കുഞ്ഞുമ്മച്ചൻ പാസ്റ്റർ, പിന്നെ അടപ്പനാങ്കണ്ടത്തിലെ AC ശൗമേല്, അസംബ്ലീസ് കൂടിലെ ഷാരോൻ, പിന്നെ വന്ന അന്നിൽ തോമാച്ചായന്, കൂടെ ഉള്ളവര് TPMലെ പാസ്റ്റർ പോള്, ഫ്രെഡി, AC ശൗമേല്, പിന്നെ ആരൊക്കെ? നീ പറഞ്ഞു, നീ അവിടെ പോയി കുത്തിയിരിക്കല്ലേ, നീ പറഞ്ഞു. അപ്പൊ ഇപ്പൊ പറയുന്നത് അവരെല്ലാവരും തോളെ വെച്ച്
ഇപ്പൊ നമുക്ക് കാശായി, പുത്തനായി, മിടുക്കന്മാരെ കൗൺസിലും കമ്മിറ്റിലും ബിരുദന്മാര് കണ്ടമാനം കയറി. ഇപ്പം ബിരുദന്മാര് പറഞ്ഞു അതൊക്കെ ഓൾഡ്, നമ്മളിപ്പോ മോഡേണിസമാ. അപ്പൊ യുവമാര് പറഞ്ഞു ഒരു കാര്യം ചെയ്യും. അപ്പൊ പെട്ടകം വണ്ടിയൊക്കെ എന്നാ പറഞ്ഞു, എടാ ആ മൊത്തത്തിൽ ഇരിക്കുകയല്ല, വണ്ടിയുടെ നോക്കണം, തണ്ട് ഊരി ദൂരോട്ട് കളയാൻ പറഞ്ഞു. തണ്ടേ 4 വളയമുണ്ട്, വളയത്തിനകത്ത് പൊന്നിച്ചിലത്ത് തണ്ടിട്ടിരിക്കുക. അതാദ്യം ഞൂരാൻ. 25:15 വായിച്ചേ പുറപ്പാട്. തണ്ടുകൾ പെട്ടകത്തിന്റെ വളയങ്ങളിൽ ഇരിക്കണം, തണ്ടുകൾ പെട്ടകത്തിന്റെ വളയങ്ങളിൽ ഇരിക്കുക, അവയെ അതിൽ നിന്ന് ഊരരുത്. അവയെ അതിൽ നിന്ന് ബിരുദന്മാരെല്ലാം കൂടി ഊരി. തണ്ട് ഊരിയ ചവന്മാര് കൗൺസിൽ ഓഫീസിൽ കിടന്ന് അടിക്കുക തണ്ടിന്. സഭാ കമ്മിറ്റിക്കകത്ത് കിടന്ന്. ദൈവത്തിന് മഹത്വം. ഞാൻ അധികം വിവരിക്കുന്നില്ല, ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് ഇന്ന് അങ്ങ് നിർത്താം. ബാക്കി ഒക്കെ എന്തെങ്കിലും വൈകിട്ടോ നാളെയോ ഒക്കെ നമുക്ക് ചിന്തിക്കാം. നിങ്ങൾ ചിലർ വചനം ആസ്വദിക്കുന്നതുകൊണ്ടാണ്. ദൈവത്തിന് മഹത്വം. ഇപ്പൊ എത്ര പോയിന്റ് പറഞ്ഞു? 5. അയ്യോ, ശൗല് മരിച്ച കാര്യം, പിന്നെ ദാവീദ് 2-ാം ഭാവം, യാക്കോബിന്റെ പേര് മാറ്റിയത്, പിന്നെ മിരിയാമൊക്കെ അതിനോട് ബന്ധപ്പെട്ട് പറഞ്ഞതാണ്. പെട്ടകം കൊണ്ടുവന്നത്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞങ്ങ് നിർത്താം. ഇന്ന് മീഖാ പ്രവചനം 5:2 വായിച്ചേ. നീയോ ബെത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും. നീയോ ഒന്നോട് വായിച്ചേ. നീയോ ബെത്ലഹേം എഫ്രാത്തെ, ബെത്ലഹേം എഫ്രാത്തെ, എഫ്രാത്തെ. 2 പദം എന്തൊക്കെയാ? ബെത്ലഹേം, ബെത്ലഹേം, എഫ്രാത്തെ. എന്താ അങ്ങനെ പറയാൻ കാര്യം? നീയോ ബെത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. ബത്ലഹേം എഫ്രാത്ത്. വരുവാനുള്ള പ്രഭു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ തിരുജനനം, തിരുപ്പിറവി അവിടുന്ന്. അപ്പൊ അത് 2 പദമാ. ഏതൊക്കെയാ? ബത്ലഹേം, ബത്ലഹേം എഫ്രാത്ത്. എന്തുവാ? ബത്ലഹേം എഫ്രാത്ത്. ഇത് രണ്ടും 2 വ്യക്തികളുടെ പേരാ. ബത്ലഹേമും ബത്ലഹേം പട്ടണത്തിൽ യാതനേ, ബത്ലഹേം പട്ടണത്തിൽ ജാതനേ, ജ്ഞാനികൾക്കുള്ളിരിക്കും വേദാന്തനെ, ബേത്ലഹേം പട്ടണത്തിൽ ജാതനേ, ബത്ലഹേം പട്ടണത്തിൽ ജാതനേ, ജ്ഞാനികൾക്കുള്ളിരിക്കും വേദാന്തനെ, ബേത്ലഹേം പട്ടണത്തിൽ ജാതനേ. ഈ ഓടിച്ചങ്ങ് നിർത്തിയേക്കാൻ വിശദീകരിക്കുന്നില്ല, സമയം പോയല്ലോ. കാലേബിന്റെ ആദ്യത്തെ ഭാര്യ അസൂബ മരിച്ചു. പിന്നെ കാലേബ് രണ്ടാമതൊരു സ്ത്രീയെ വിവാഹം കഴിച്ചതായിട്ടൊരു പദമില്ലെങ്കിലും അങ്ങനെ, ആ സ്ത്രീയുടെ പേര് എഫ്രാത്ത്. എടുത്തോ വാക്യം? വായിച്ചു എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. എടുത്തില്ലേ? അത് ദിനവൃത്താന്ത
പുസ്തകം 1-ാം അധ്യായം എടുത്താട്ടെ. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 2-ാം അധ്യായം 20 മുതലുള്ള വാക്യം വായിച്ചേ. ഹൂർ ഊരിയെ ജനിപ്പിച്ചു. 18 മുതൽ വായിച്ചോ. ഹെസ്രോന്റെ മകൻ കാലേബ് തന്റെ ഭാര്യയെ അസൂബയിലും മക്കളെ ജനിപ്പിച്ചു. അവളുടെ പുത്രന്മാർ യേശർ, ശോബാബ്, അർദ്ധോൻ. അസൂബ മരിച്ച ശേഷം കാലേബ് എഫ്രാത്തിനെ പരിഗ്രഹിച്ചു. എഫ്രാത്തിനുമായിട്ട് ജീവിച്ചു. അടുത്ത വാക്യം. അവൾ അവന് ഹൂരിനെ പ്രസവിച്ചു. അപ്പോൾ കാലേബിന്റെ ഭാര്യയാണ്, രണ്ടാമത്തെ ഭാര്യയാണ് എഫ്രാത്ത്. ഈ സ്ത്രീ കാലേബിന്റെ ആദ്യത്തെ മക്കളെയും എല്ലാം സംരക്ഷിക്കുകയും വളർത്തുകയൊക്കെ ചെയ്തു. ആ സ്ത്രീ മരിച്ചപ്പോൾ ആ സ്ഥലത്തിനിട്ട പേരാണ്, സ്ത്രീയുടെ പേര് എഫ്രാത്ത്. ഇനി ബേത്ലഹേം എന്ന് പറഞ്ഞാൽ ഈ 45 മുതൽ വായിച്ചാട്ടെ. അവൾ മത്മന്നയുടെ അപ്പനായ 2-ാം അധ്യായത്തിന് 49 മുതല് അവൾ മത്മന്നയുടെ അപ്പനായ ശയഫ്, മക്ബേനയുടെയും ഗിബയുടെയും അപ്പനായ ശേവ എന്നിവരെയും പ്രസവിച്ചു. കാലേബിന്റെ മകൾ അക്സ ആയിരുന്നു. ഇവരത്രേ കാലേബിന്റെ പുത്രന്മാർ. എഫ്രാത്തിന്റെ ആദ്യജാതനായ ഹൂരിന്റെ പുത്രന്മാർ കിര്യത്ത് എയാരീമിന്റെ അപ്പനായ ശോബാൽ, ഹൂരിന്റെ മകനാകുന്ന ശോബാല്, ബത്ലഹേമിന്റെ അപ്പനായ ശൽമ, ശല്ലൂമിന്റെ ബത്ലഹേമിന്റെ അപ്പനായ ശൽമ, ബത്ലഹേമിന്റെ അപ്പനായ ശൽമ, ശൽമോന്റെ മകന്റെ പേര് ബത്ലഹേം. അത്രേ ഉള്ളൂ. എന്നാ തർക്കം? ബത്ലഹേം ഹൂരിന്റെ ഒന്നുകൂടെ വായിച്ചു, ക്ലിയർ ആക്കണമല്ലോ. ഹൂർ ഊരി അസൂബ മരിച്ച ശേഷം കാലേബ് എഫ്രാത്തിനെ പരിഗ്രഹിച്ചു. അവൾ അവന് ഹൂരിനെ പ്രസവിച്ചു. ഹൂർ ഊരിയെ ജനിപ്പിച്ചു. ഇനി 50-ാം വാക്യം വായിച്ചു. ഹൂരിന്റെ എഫ്രാത്തിന്റെ ആദ്യജാതനായ ഹൂരിന്റെ പുത്രന്മാർ കിര്യത്ത് എയാരീമിന്റെ അപ്പനായ ശോബാൽ, ബത്ലഹേമിന്റെ അപ്പനായ ശൽമ. അപ്പം ബേത്ലഹേമിന്റെ അപ്പൻ ശൽമ, ശൽമയുടെ അപ്പൻ ഹൂര് കാലേബിന്റെ മകൻ. അപ്പൊ കാലേബിന്റെ മകനാകുന്ന ഹൂരിന്റെ മകൻ ശൽമയുടെ മകനാണ് ബേത്ലഹേം. അതിന്റെ കാരണം എഫ്രാത്ത് 2-ാം ഭാര്യ. 2-ാം ഭാര്യയിൽ ജനിച്ച 3-ാം തലമുറയാ ബേത്ലഹേം. അല്ല, നീ ഇതല്ലേ എഫ്രാത്തും കാലേബും എല്ലാം യഹൂദ ഗോത്രത്തിൽപ്പെട്ടതല്ലേ? അപ്പൊ ഒറിജിനൽ മക്കളും കുടുംബക്കാരും എല്ലാം നിൽക്കുന്നുണ്ട്. ഇത് 2-ാം ഭാര്യ, അതിൽ വന്ന തലമുറയാ. അല്പ ക്ഷീണമുണ്ട്. അങ്ങനെ ക്ഷീണിച്ചും അല്പ താഴ്ച ഉള്ളത് കൊണ്ടും കൂടെ ചേർത്താ പറഞ്ഞത് അവിടുന്ന് പ്രഭു ഉത്ഭവിക്കും എന്ന് പറഞ്ഞാൽ നിന്റെ താഴ്ച ദൈവം മാറ്റിത്തരും. നിന്റെ പോരായ്മകളെ ദൈവം പരിഹരിക്കും. നിന്റെ പ്രശ്നങ്ങൾക്ക് ദൈവം പരിഹാരം തരും. ദൈവം വിശ്വസ്തനാ. മനോദുഃഖത്തോടെ മനോഭാരത്തോടെ ഈ ആരാധനയെ സംബന്ധിക്കുന്ന ദൈവത്തിന്റെ പൈതല്, നിന്റെ പ്രശ്നം ദൈവം പരിഹരിക്കും. ദൈവം വിശ്വസ്തനാ. പ്രൈസ് ദ ലോർഡ്. വരുവാനുള്ള പ്രഭു, വിടുവിക്കുന്നവൻ, സിയോനിൽ നിന്ന് വരുന്നവൻ, നിനക്ക് വേണ്ടി ദൈവ യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. ഞാൻ നിർത്തുക. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ. ദൈവത്തിന് മഹത്വം. ഇതെല്ലാം ദിനവൃത്താന്ത പുസ്തകത്തിലാണ് നമ്മൾ പഠിക്കുന്നത്, മറ്റു പുസ്തകത്തിലില്ല. അതാ ഈ പുസ്തകത്തിന്റെ വിശേഷത. ഏതായാലും സമയം പോയി ഒരു കാര്യം കൂടെ പറഞ്ഞു വെച്ചങ്ങ് നിർത്താം. ജീസസ് വചനമല്ലേ. ഇശായിക്ക് എത്ര മക്കളാ? 8. എത്ര?
ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 13 മുതൽ വായിച്ചേ. മൈക്ക് കൊടുന്ന് വായിക്കാമെങ്കിൽ ഉപകാരമായിരുന്നു. വായിച്ചോ മോളെ. ഇശായി തന്റെ ആദ്യജാതൻ ഏലിയാബിനെയും രണ്ടാമൻ അബീനാദാബിനെയും മൂന്നാമൻ ഷിമയെയും നാലാമൻ നദനയേലിനെയും അഞ്ചാമൻ യദ്ദായിയെയും ആറാമൻ ഓസേമിനെയും ഏഴാമൻ ദാവീദിനെയും ജനിപ്പിച്ചു. അവരുടെ സഹോദരൻ മതി ഒന്നുകൂടെ വായിച്ചു. ഒന്നുകൂടെ ഉറക്കെ വായിക്കും മോളെ, ഒന്ന് സ്ഫുടമായിട്ട് വായിച്ചു. ഇശായി തന്റെ ആദ്യജാതൻ ഏലിയാബിനെയും രണ്ടാമൻ അബീനാദാബിനെയും മൂന്നാമൻ ഷിമയെയും നാലാമൻ നദനയേലിനെയും അഞ്ചാമൻ രദ്ദായെയും ആറാമൻ ഓസെമിനെയും ഏഴാമൻ ദാവീദിനെയും ജനിപ്പിച്ചു. ഇപ്പൊ നിങ്ങൾ പറയാ ശിവപാസ്റ്റർ തെറ്റാ പറഞ്ഞെന്ന്. അല്ല, രണ്ടും ശരിയാ. ശമൂവേലിന്റെ 1-ാം പുസ്തകം 17-12 വായിച്ചേ. ശമൂവേലിന്റെ 1-ാം പുസ്തകം 17-12. എന്നാൽ ദാവീദ് യഹൂദയിലെ ബെത്ലഹേമിൽ ഇശായി എന്നു പേരുള്ള ഒരു എഫ്രാത്തിന്റെ മകനായിരുന്നു. ഇശായിക്ക് 8 മക്കളുണ്ടായിരുന്നു. ഇശായിക്ക് പണ്ട് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇത് പ്രസംഗിച്ചപ്പം ഞാൻ പണ്ട് പ്രസംഗിച്ചൊക്കെ ഇപ്പൊ പറയാൻ തുടങ്ങി. ഒന്നുകൂടെ ഒന്ന് ഓർത്തു വരിക. അപ്പൊ പണ്ട് പ്രസംഗിച്ചപ്പം മുമ്പേ പറഞ്ഞ പോലെ ഒരമ്മച്ചി പറഞ്ഞു ഇതിനകത്തെല്ലാം ഒത്തിരി കുരുക്കൊണ്ടെന്ന്. കാരണം അവിടെ 7-ാമനെന്ന് പറഞ്ഞിട്ട് ഇവിടെ വായിക്കാം. സ്തോത്രം. ദിനവൃത്താന്ത പുസ്തകം 1-ാം പുസ്തകം 2-ൽ 7-ാമൻ ദാവീദ്. ശൗമാന്റെ 1-ാം പുസ്തകം 17-12 8 പിള്ളേരുണ്ടെന്ന്. യോ അതാ 7-ാമനെന്ന് അവിടെ കൊടുത്തേക്കുന്നു. ഞാന് ഇതൊക്കെ എത്ര മണിക്കൂർ കൊണ്ടാ ഇരുന്ന് കുത്തിയിരുന്ന്. ഇന്ന് രാവിലെ ഒരു 7:30 മുതൽ ഞാൻ ഒരു 11 മണിയോളം ഇരുന്നു. ഇന്നും 7:30 രാവിലത്തെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് വെച്ച് ഞാൻ നേരെ വേറെ പുസ്തകമായിട്ട് ഇരുന്ന് എപ്പോഴും ഒന്നും അങ്ങനെ ഒക്കുന്നില്ല. ഇരുന്നിങ്ങനെ സൂക്ഷിച്ച് കുത്തും കോമായും. കാരണം നിങ്ങളുടെ അടുക്കലല്ലേ പറയണ്ടേ, ഉള്ള മൊനയ്ക്ക് കയറി പിടിക്കുന്നതൊക്കെ ആയിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം. അപ്പൊ ദിനവൃത്താന്ത പുസ്തകത്തിൽ 7-ാമൻ ദാവീദ്. ശൗമാന്റെ 1-ാം പുസ്തകം 17-12. അപ്പൊ അതിനെപ്പറ്റി ചരിത്രം, ഈ 7 പേരുടെ പേര് ദിനവൃത്താന്തത്തിലുണ്ട്. ഒന്നുകൂടെ വായിര്. ഇശായി തന്റെ ആദ്യജാതൻ ഏലിയാബിനെയും രണ്ടാമൻ അബീനാദാബിനെയും മൂന്നാമൻ ഷിമയി നാലാമൻ നദനയേലിനെയും അഞ്ചാമൻ രദ്ദായി ആറാമൻ ഓസമിനെയും ഏഴാമൻ ദാവീദിനെയും ജനിപ്പിച്ചു. ഇവിടെ 7 പേരുടെ പേര് പറഞ്ഞു. 8 പേരുണ്ടായിരുന്നു. ദിനവൃത്താന്ത പുസ്തകത്തിൽ 8-ാമത്തെ പേര് പറയാഞ്ഞതിന്റെ കാര്യം, യഹൂദന്റെ ചരിത്രം ഈ വംശാവലി എഴുതുമ്പോൾ സന്തതി ഇല്ലാത്തവന്റെ പേര് എഴുതത്തില്ല. സന്തതി ഇല്ലാത്തവന്റെ പേര് വംശാവലിയിലില്ല. ഇശായിയുടെ ഒരു മകൻ ഉണ്ടായിരുന്നു. അവൻ സന്തതി ഉണ്ടാകുന്നതിന് മുമ്പ് സന്തതി ഇല്ലാതെ മരിച്ചു. അവന്റെ പേര് ശമ്മ. അവന്റെ പേര് ശമ്മ. നിങ്ങൾ ഒരു വാക്യം ഒന്ന് വായിക്കുക. അതോടെ പറഞ്ഞങ്ങ് തെളിയിച്ച് നിർത്തിയേക്കാം. നിങ്ങൾ കണ്ടല്ലോ, വായിക്കുക.
അവന്റെ പേര് ഇനി ശമൂവേലിന്റെ 1-ാം പുസ്തകം 16:1 മുതൽ വായിച്ചേ. ആ ആ ആ ആ നീ തൈലക്കൊമ്പിൽ തൈലം നിറച്ച് ഇശായിയുടെ വീട്ടിൽ ചെന്ന് അവനോട് പറയണം, നിന്റെ മക്കളിൽ ഒരുത്തനെ ഞാൻ കണ്ടിട്ടുണ്ട് പിള്ളാരെ വരുത്താൻ. അപ്പോൾ എല്ലാ വാക്യവും വായിക്കാൻ നേരമില്ല, പിള്ളാരെ എല്ലാം കൂടെ വരുത്തി 7-ാം വാക്യം വായിച്ചാട്ടെ. യഹോവ ശമൂവേലിനോട്, അവന്റെ മുഖമോ പൊക്കമോ ഒന്നും നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. ശൗലിനെ ഒന്നും നോക്കരുത്, അവന്റെ എല്ലാരെക്കാളും തോൾപ്പൊക്കെ വെള്ളം, ഇങ്ങോട്ട് നോക്കിയേ, അവനെ ഒന്നും നോക്കരുത്, ഞാൻ അവനെ തള്ളി. അടുത്ത വാക്യം, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. ഓടിച്ചു വായിര്. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, യഹോവ ഹൃദയങ്ങളെയൊക്കെ ഞാൻ നോക്കുന്നത്. ഇനി 8-ാം വാക്യം വായിര്. പിന്നെ ഇശായി അബീനാദാബിനെ വിളിച്ച് ശമൂവേലിന്റെ മുമ്പിൽ വരുത്തി. എന്നാറേ അവൻ യഹോവ അവനെ തെരഞ്ഞെടുത്തില്ലെന്ന് പറഞ്ഞ് അടുത്തത്. പിന്നെ ഇശായി ശമ്മയെ വരുത്തി. ഇവനെയും യഹോവ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് അവൻ പറഞ്ഞു. അവൻ സന്തതി ഉണ്ടാകുന്നതിന് മുന്നേ മരിച്ചു. ക്ഷമ. മരിച്ചവന്റെ പേര്, സന്തതി ഇല്ലാത്തവന്റെ പേര് വംശാവലി പട്ടികയിൽ, അതുകൊണ്ട് ആ ദിനവൃത്താന്തം അത് വിട്ട് കളഞ്ഞേച്ച് 7-ാമൻ ദാവീദാക്കി എഴുതിയത്. ഞാൻ ഇതൊക്കെ പറഞ്ഞത് ഈ പുസ്തകത്തിന്റെ പ്രാധാന്യമാണ്. ദൈവം അനുവദിച്ചാൽ നാളെയോ വൈകിട്ടോ അവസരം കിട്ടുമ്പോൾ ബാക്കി ഭാഗത്തേക്ക് വരാം. എന്തായാലും ദൈവവചനത്തിന് ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിന് വളരെ ആമേൻ സ്തോത്രം വിടുതൽ തരുന്ന വചനമാണ് ഇത്. സന്ധ്യമച്ചകളെ തുളച്ചിയെന്നതാ. ആമേൻ സ്തോത്രം. അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന വചനമാ. അല്പസമയങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവവചന ജീവനും ശക്തിയുമാകയാലമേ, ദൈവവചന ജീവനും ശക്തിയുമാകയാമേൻ. ആത്മരക്ഷയുണ്ടേവനും അതുള്ളത്തിൽ കൈക്കൊണ്ട. ആമേൻ. ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ട. ഓ ആത്മമരണം മാറും, ഓ നീതിയിൽ അവർ വാഴും. ആമേൻ. ആത്മമരണം മാറും, നീതിയിൽ അവർ വാഴും. ആമേൻ. കേൾക്കുക നാം, കേൾക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ആമേൻ. കേൾക്കുക നാം, കേൾക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഓ അജ്ഞനെ ജ്ഞാനിയാക്കുവാൻ വചന ജ്ഞാനമാ. ആമേൻ. സത്യത്തിൽ അത് കാക്കുവാൻ സ്വർഗ്ഗത്തിൽ ഒഴിഞ്ഞാൽ നിത്യനാശം, കാലിനൊരു പ്രകാശം. ഒഴിഞ്ഞാൽ നിത്യനാശം, കാലിനൊരു പ്രകാശം. കേൾക്കുക നാം, കേൾക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഓ കേൾക്കുക നാം, കേൾക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഓ യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കുക നമ്മുടെ ജീവന